ഹലോ 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 യെസ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് മകൾ. നമ്മൾ ഇതാ സെക്കൻഡ് പാർട്ട് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഓൾ ഓഫ് യു. അപ്പം നമുക്ക് മെല്ലെ അങ്ങ് തുടങ്ങല്ലേ? തുടങ്ങാം. ഓക്കെ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക്. ഓക്കെ എവരി വൺ. അപ്പം നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ആരെങ്കിലും ഫസ്റ്റ് സെക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ തൊട്ട് മേലെ തന്നെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന നമ്മളുടെ +1 NCERT-യിലുള്ള ചാപ്റ്ററാണ് അല്ലെ, എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻസ്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എന്നോട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ പറഞ്ഞ ചാപ്റ്ററാണ് ഈ എക്സ്ക്രീഷൻ ഉള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഈ ചാപ്റ്റർ ഒരുപാട് കുട്ടികൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സത്യമല്ലേ? കുറച്ച് ആളുകൾ കേട്ടോ. ഇനി ഡിഫിക്കൽട്ട് അല്ലാത്തത് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇതിൻ്റെ ആ ഒരു കൗണ്ടർ കറണ്ട് ഒക്കെ എത്തുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു 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 എത്ര കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി റാങ്ക് അടിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്റർ എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കണമൊന്നുമില്ല. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ക്ലാസ് ഒന്നുമല്ല. NCERT വായിക്കും മാത്രമേ എനിക്കിവിടെ ടൈമുള്ളൂ. അപ്പോൾ NCERT വായിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റിയ പോയിന്റ്സ് ഒക്കെ ഞാൻ മാക്സിമം എൻ്റെ വക മാക്സിമം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒക്കെ റെഡി അല്ലേ കേട്ടോ? പിന്നെ എൻ്റെ ആപ്പിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ക്ലാസ് ഉള്ളത്. ഞാൻ പറ്റുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബിലേക്ക് ഇടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ചില ഒന്നോ രണ്ടോ ആളുകൾ നിരന്തരം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാ സപ്പോർട്ടിങ് കാണുമ്പോഴാണ് പിന്നെ യെസ് അടുത്ത വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വെറുതെ വീഡിയോ കണ്ടു പോയ പോലെ ഒന്ന് ലൈക്ക് അടിക്കുക ആൻഡ് ദെൻ കമൻറ്റ്. നിങ്ങൾ ആ കമൻറ്റാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്ത് നോക്കുന്നത്. ഇന്ന് ഒരു കുട്ടി കമൻറ്റ് ഇട്ടണോ, ആരെങ്കിലും എൻ്റെ വീഡിയോ കമൻറ്റ് ഇട്ടണോ, ഇങ്ങനെ കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അല്ലേ? നിങ്ങൾക്കൊരു കമൻറ്റ്, എനിക്കൊരു ഫീലിംഗ്, എനിക്കൊരു സുഖം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ട് പോണേ. റെഡി അല്ലേ? ആ കമൻ്റ് ആണ് എന്നെ അടുത്ത വീഡിയോക്കുള്ള മോട്ടിവേഷൻസ്. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. യൂറിൻ ഫോർമേഷൻ. യെസ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ NCERT-ൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും നിങ്ങൾ ഡിഫിക്കൽട്ടി ആരംഭിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും സെറ്റായിട്ട് നിൽക്കുക. അതൊക്കെ നമ്മളെ ഫേവറസ്റ്റ് ആണ്. ബയോളജി മൊത്തം നമ്മളെ ഫേവറസ്റ്റ് ആണ്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പൊളിച്ചടക്കി തരും ബയോളജി ഫുൾ സെറ്റ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ അറിയോ, ഫിംഗർ ടിപ്സിലെ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ പഞ്ചിലെ ക്വസ്റ്റ്യൻസ് ആണ്. വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. യു ക്യാൻ ഫോളോ മീ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. സെറ്റാക്കി തരും. 7 മാസം ഇനിയുള്ള ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 30 സെപ്റ്റംബർ 30 ഞാൻ ഈ വീഡിയോ ചെയ്യണം. എനിക്ക് 7 മാസം നിങ്ങൾ മുമ്പിലുണ്ട്. മെയ് 3 നിങ്ങൾ ഇതിൻ്റെ എക്സാം. ആ 7 മാസം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആവണമെന്നുണ്ടല്ലോ. ബയോളജി സൈഡ് ഞാൻ സെറ്റാക്കി തരും, സൂപ്പറാക്കി തരും, ഉറപ്പാ. അപ്പോൾ മുന്നോട്ട് പോവാണ്. മതി, കുറേ ടൈം ഓവറായിട്ടുണ്ട്. മുന്നോട്ട് പോകും കേൾക്കും. അപ്പോൾ അടുത്തതാണ് നമ്മൾ യൂറിൻ ഫോർമേഷൻസ്. ഓക്കെ റെഡി? നമ്മൾ യൂറിൻ ഫോർമേഷൻ എന്നാണ് പറയാൻ വേണ്ടി പോകട്ടോ മക്കളെ. യൂറിൻ ഫോർമേഷൻ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാരിറ്റി ക്ലിയർ ഒക്കെ ചെക്ക് ആണല്ലോ, കറക്റ്റ് ആണല്ലോ, എല്ലാവരും കാണുന്നില്ലല്ലോ, പെർഫെക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. റെഡി? NCERT പക്കല്ലടാ, സെറ്റ് ആട്ടോ. ഞാൻ ക്ലിയർ ചെയ്ത് നോക്കിയതാ. നോക്കാം. ഹാസ് റെഡി? യൂറിൻ ഫോർമേഷൻസ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് ഞാനാണ്, എഡിറ്റിങ് ഞാനാണ്. ഇതിൻ്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റക്ക് അതൊക്കെ ചെയ്യണേ. അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ തന്നെ നോക്കുകയാണ്, ക്ലാരിറ്റി ഉണ്ടോ, റെക്കോർഡിങ് കറക്റ്റ് അല്ലേ, മൈക്ക് ഓൺ അല്ലേ, വേറെ ആരുമില്ലേ, നമ്മൾ ഒറ്റക്കാണ് എല്ലാം. ഓക്കെ റെഡി? അപ്പോൾ അതാണ് പ്രശ്നം, അതുകൊണ്ടാട്ടോ, ക്ഷമിക്കണേ, സോറി. നിൽക്കാം. അപ്പോൾ യൂറിൻ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ യൂറിൻ ഫോർമേഷനിലേക്ക് പോകണം. എങ്ങനെയാണ് യൂറിൻ ഉണ്ടാവുക? ഓക്കെ നിൽക്കാം. ദ യൂറിൻ ഫോർമേഷൻ ഇൻവോൾവ് 3 മെയിൻ പ്രോസസ്. അതെ, യൂറിൻ ഉണ്ടാകാൻ 3 പ്രോസസ്സുകളുണ്ട്. 3 സ്റ്റെപ്പിലൂടെയാണ് യൂറിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്തേതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ്. 2 റീഅബ്സോർപ്ഷൻ ആണ്. ആൻഡ് മൂന്നാമത്തത് സെക്രീഷൻ ആണ്. ഇങ്ങനെ
മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എന്ത് നടക്കുക, യൂറിന്റെ ഫോർമേഷൻ നടക്കുക. എന്നിട്ട് പറയാണ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ നെഫ്രോൺ. ഈ ഫിൽട്രേഷനും റീഅബ്സോർപ്ഷനും സെക്രീഷനും നടക്കുന്നത് നെഫ്രോണിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും. എന്നിട്ട് നമുക്ക് തുടങ്ങാം. റെഡി? The first steps in the urine formation. Urine formation ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഫിൽട്രേഷൻ ആണ്. which is carried out by the glomerulus. ഇത് നടക്കുന്നത്, അഥവാ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? അത് ഗ്ലോമറുലസിലാണ്. അപ്പൊ ഗ്ലോമറുലസിൽ വെച്ച് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നു അല്ലെ? അപ്പൊ ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്ന ബ്ലഡിന്റെ ഫിൽട്രേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാ. ദ ആവറേജ് ഏകദേശം 1100 മുതൽ 1200 ml ബ്ലഡ് ആണ് ഫിൽട്ടർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 1 ലിറ്റർ അല്ലെ? 1 ലിറ്ററിന് അടുത്ത്, 1 ലിറ്ററിനേക്കാളും കൂടുതലാണ് അല്ലെ? 1100 മുതൽ 1200 ml ബ്ലഡ് ആണ് ഫിൽട്ടർ ചെയ്യുന്നത് ബൈ ദ കിഡ്നീസ്. 2 കിഡ്നികളും പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും 2 കിഡ്നികളും, ഒരു കിഡ്നി അല്ല കേട്ടോ, ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, ഒരു ട്രാപ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 കിഡ്നീസ് എന്നാ പറഞ്ഞത്, 2 കിഡ്നികളാണ്, അല്ലാതെ ഒരു കിഡ്നി അല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു കിഡ്നീസ് ഒഴിവാക്കി ഈ എസ് ആണ് ഒഴിവാക്കി അത് ഒരു കിഡ്നി എന്നാക്കി കഴിഞ്ഞാലോ തെറ്റി. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കിഡ്നീസ് എന്നാണ് എൻസിആർ പറഞ്ഞത്. അപ്പൊ വായിക്കുമ്പോൾ ഗംഭീരമായിട്ട് ഓരോ പെർഫെക്റ്റ് ആയിട്ട് വായിക്കണേ. വെറുതെ വായിച്ചിട്ട് വിട്ടാൽ പോരാ. ചില ആളുകളൊക്കെ ഉണ്ടാകും എന്താ ഇങ്ങനെ വെറുതെ ആർക്കോ വേണ്ടി വായിക്കുന്നു, അങ്ങനെ വായിച്ചാൽ പോരാ. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ ഞാൻ വായിക്കുന്നില്ലേ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ വായിക്കുന്ന പോലെ നിങ്ങൾ വായിക്കാൻ കഴിയണം, എന്നാൽ നിങ്ങളെ റീഡിങ് സക്സസ് ആണ്. അല്ലാതെ നമ്മൾ വെറുതെ നമ്മളുണ്ടല്ലോ പണ്ട് ബുക്കൊക്കെ വായിക്കുന്ന പോലെ അത് വായിച്ചാൽ പോരാ. ഇത് NCERT ആണ്, നമ്മൾ നീറ്റ് എക്സാമിനെ നമ്മൾ പഠിക്കണേ. അപ്പൊ അതിന്റെ ആ ഒരു ശൈലി ഒത്തു നമ്മൾ തന്നെ വായിക്കണം. അപ്പൊ എന്താ പറഞ്ഞേ, ദ ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നീസ്. അപ്പൊ 2 കിഡ്നികൾ എന്ത് ചെയ്യാണ്, ഫിൽട്ടർ ചെയ്യുന്നത് 1100 മുതൽ 1200 ml ആണ് അല്ലെ? പെർ മിനിറ്റ്, ഓരോ മിനിറ്റിലും. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഇത് ഏകദേശം അഥവാ 2 കിഡ്നീസും 1 മിനിറ്റിൽ അരിക്കുന്ന ഈ 1200 ml ബ്ലഡ് ഇല്ലേ, അതെന്താണെന്നറിയോ? എന്താണ് ഈ അല്ലെ? 1/5 ഭാഗമാണ് ഓഫ് ദ ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഈച്ച് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട് ഇൻ എ മിനിറ്റ്. ഓരോ മിനിറ്റിലും ഹാർട്ടിന്റെ ഓരോ വെൻട്രിക്കിളും പമ്പ് ചെയ്യുന്ന അല്ലെ എന്ന് വെച്ചാൽ നമുക്കറിയാം കാർഡിയാക് ഔട്ട്പുട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ എടുത്തില്ല, ഐ എം വെയിറ്റിംഗ്, എടുക്കും അല്ലെ, ഉടനെ എടുക്കും. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ചാപ്റ്റർ നമ്മൾ കേട്ടതാണ്. എന്ത്? ദ കാർഡിയാക് ഔട്ട്പുട്ട് അല്ലെ? കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണ് നമുക്കറിയാം അല്ലെ? ഒരു കാർഡിയാക് സൈക്കിളിൽ അല്ലെ 70 ml ബ്ലഡ് ആണ് ഹാർട്ട് എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക. അപ്പോൾ 1 മിനിറ്റിൽ എത്ര കാർഡിയാക് സൈക്കിൾ ആണ്? 72 അല്ലെ? 72 കാർഡിയാക് സൈക്കിൾ ആണ്. അപ്പോൾ ഓരോ കാർഡിയാക് സൈക്കിളും പമ്പ് ചെയ്യുന്ന എത്രയാണ്? 70 ml ബ്ലഡ് ആണ്. അപ്പോൾ 72 കാർഡിയാക് സൈക്കിൾ ആയിരിക്കും 1 മിനിറ്റിൽ നടക്കുക. അപ്പോൾ 1 മിനിറ്റിൽ 72 തവണ ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ 70 ml ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പോൾ 72 × 70 ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 50 40 അല്ലേ? 72 × 70 20 40 ആവറേജിൽ ഏതോ വരും കേട്ടോ. 80 40 അല്ല 80 20 എന്തോ ആണ്. ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാട്ടോ, എനിക്ക് തോന്നുന്നു. യെസ് റെഡി. 80 20 ഇതിലേതോ ഒന്നാണ്. ബിക്കോസ് നമുക്ക് പറയാം ഇറ്റ്സ് എ 5 ml ബ്ലഡ് അല്ലെ? അപ്പൊ 5 ml ബ്ലഡ് ആയിരിക്കും എന്ത് ചെയ്യുക, കാർഡിയാക് ഔട്ട്പുട്ട് അല്ലെ? കാർഡിയാക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. റെഡി? അപ്പൊ ഇതാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൃദയം പമ്പ് ചെയ്യുന്ന 1/5 ഭാഗമാണ് 2 കിഡ്നികളും എന്ത് ചെയ്യുന്നത്, ഓരോ മിനിറ്റിലും അരിക്കുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. അടുത്തത് വേണ്ട, റെഡി. ദെൻ എന്നിട്ട് യെസ് ഓക്കെ റെഡി. ദെൻ എന്നിട്ട് പറയാണ് ഈച്ച് വെൻട്രിക്കിൾ ഈസ് എന്നിട്ട് പറയാം ദ ഗ്ലോമറുലർ കാപ്പിലറി ബ്ലഡ് പ്രഷർ, അഥവാ ഗ്ലോമറുലസിലെ ബ്ലഡിൽ ഉണ്ടാകുന്ന, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന, ബ്ലഡ് കാപ്പിലറിൽ ഉണ്ടാകുന്ന പ്രഷർ കോസസ്, അത് എന്തിന് കാരണമാകുന്നു? ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ ഫിൽട്രേഷന് കാരണമാകുന്നു. എത്ര ലെയറിലൂടെ? ത്രൂ 3 ലെയർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് എത്ര ലെയറിലൂടെയാണ്? 3 ലെയർ ആണ് അല്ലെ? അത് ഏതൊക്കെയാണ് ലെയർ? മക്കൾ നോക്കിക്കോ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്. അപ്പൊ നോക്കിട്ടോ. അപ്പൊ ഇതാണ് ഗ്ലോമറുലസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളെ
ഗ്ലോമറുലസ് അല്ലേ? ഗ്ലോമറുലസ് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ്. ദെൻ ഇതാണ് ആര്? നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് വിചാരിക്കുക. ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂള് അല്ലേ? ഡബിൾ വാളിഡ് ആയിട്ടുള്ള ബോമൻസ് ക്യാപ്സ്യൂള്. ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് വിചാരിക്കുക. ബിറ്റ്വീൻ അവർക്ക് ഇടയിൽ എന്തുണ്ട്? അവർക്ക് ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതാണ് എന്ത്? ദ ബേസിമെന്റ് സബ്സ്റ്റൻസ് അല്ലേ? ഇതെന്താ? ബേസിമെന്റ് സബ്സ്റ്റൻസ്. ഈ സെയിം കണ്ടന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ബ്രീത്തിങ്ങിൽ ഡിഫ്യൂഷൻ ബൗണ്ടറി നിർമ്മിച്ചതും സെയിം കൺസെപ്റ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻസൈഡ് അവസാനം പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ് അല്ലേ? ഇവിടെ പറഞ്ഞതാണ് ഇത് പറയാണ് ദ ഗ്ലോമറുലാർ കാപ്പിലറി. ഗ്ലോമറുലാർ കാപ്പിലറി ഉണ്ടാകുന്ന ബ്ലഡിന്റെ പ്രഷർ കാരണമായി ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് നടക്കുന്നത് ത്രൂ ലെയർ 3 ലെയറിലൂടെയാണ്. ഇത് ആരൊക്കെയാണ് 3 ലെയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെയാണ് എന്ത് ചെയ്യുക? ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുക. ഇനി ആരൊക്കെയാണ് 3 ലെയർ? ഒന്നാമതാണ് എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇസ് കോൾഡ് എൻഡോത്തീലിയം അല്ലേ? ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതാണ് എൻഡോത്തീലിയം. അപ്പോൾ എൻഡോത്തീലിയം എന്ന് പറയുന്നത് ആരാണ് എൻഡോത്തീലിയം? ഇസ് എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ. നമ്മൾ ബ്ലഡ് വെസൽസ് നിർമ്മിച്ച എപ്പിത്തീലിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോത്തീലിയം എന്ന് നമ്മൾ വേറെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് വെസൽസ് നിർമ്മിച്ചത് ഏത് ടിഷ്യൂനെ കൊണ്ടാണ്? എൻഡോത്തീലിയം കൊണ്ട്. അപ്പോൾ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ ആൻഡ് ദ എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾസ്. ആരാ അല്ലേ? എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾ ആരാ? ഇവനാണ് ഉദ്ദേശിച്ചത്. ഇതാണ് എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾ അല്ലേ? ഇതാണ് എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, പറയാം അല്ലേ? ഇതാണ് ആര്? എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾ. ഇത് ആക്ച്വലി ഇതാരാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഇത് ആരാണ്? ഇവിടെയുള്ള ഒരു ലെയറാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ വരച്ചെന്നുള്ളത് ഇപ്പൊ പറയാം കേട്ടോ. നമുക്ക് റെഡി. അപ്പൊ ഇതാണ് ആര് അല്ലെ? ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ആരെ? എപ്പിത്തീലിയം ഓഫ് തകർക്കാൻ രക്ഷയില്ലല്ലോ, ഇല്ല പോട്ടെ. അപ്പൊ ഇതാണ് ആര്? നമ്മളെ എപ്പിത്തീലിയം ഓഫ് ആര്? വുമൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ റെഡിയാണ്? റെഡി. അപ്പൊ പറഞ്ഞതാണ് അല്ലെ? എപ്പിത്തീലിയൽ സെൽ വുമൻസ് ക്യാപ്സ്യൂൾ. The podocytes are arranged in the indicated manner. ഇത് ഫുൾ ആയല്ലോ. സോറി ഇവിടെ നമ്മൾ പറയാം. The epithelium of women's capsule and basement membrane between 2 layers. കണ്ടോ? ആ 2 ലെയറിന്റെ ഇടയിൽ കാണുന്ന ഈ യെല്ലോയിഷ് സാധനം ഇതാണ് എന്ത്? ബേസ്മെന്റ് സബ്സ്റ്റൻസ്. അപ്പൊ ഇങ്ങനെ 3 ലെയറിലൂടെയാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? നമ്മുടെ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്ന ഫിൽട്രേഷൻ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയറിലൂടെ. ഒന്ന് ബ്ലഡ് വെസല്, അതേപോലെ തന്നെ നമ്മളെ എപ്പിത്തീലിയം ഓഫ് വുമൻസ് ക്യാപ്സ്യൂൾ, പിന്നെ അവർക്കിടയിൽ ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ഇതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ റെഡി അല്ലേ? എന്നിട്ട് അവിടെ പറയുന്നത് epithelial cell of women's capsule cell podocytes are arranged in the indicated manner. These leave some minute space is called filtration slits or slit pore. എന്നിട്ട് പറഞ്ഞറിയോ? ഇതാണ് ആര്? The epithelium of women's capsule. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും എന്നറിയോ? എടാ കുഞ്ഞി എന്ത് കാണാൻ പറ്റും? ഫിൽട്രേഷൻ സ്ലിറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ സ്ലിറ്റ് പോറുകൾ കാണാൻ പറ്റും. ഈ ലെയറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇസ് കോൾഡ് പോഡോസൈറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ പോഡോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ സ്ലിറ്റ് ഉണ്ടോ? ഫിൽട്രേഷൻ സ്ലിറ്റ് പോറുകളുള്ള ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന കണ്ടോ ഇൻഡിക്കേറ്റ് മാനർ കൃത്യമായി ഇടവിട്ട് ഓരോ ഫിൽട്രേഷൻ സ്ലിറ്റ് പോറോട് കൂടി നിർമ്മിച്ച ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോഡോസൈറ്റ്. റെഡി അല്ലേ? എന്നിട്ട് പറയാണ് ദ ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി അല്ലെ? ഇവിടെ എന്ത് ചെയ്യാണ് അല്ലെ? വളരെ സൂക്ഷ്മമായിട്ട് രക്തം നടക്കുന്നു ത്രൂ ദ മെംബ്രെയിൻസ്. ഈ മെംബ്രെയിനിലൂടെ ബ്ലഡിന്റെ ഫിൽട്രേഷൻ സൂക്ഷ്മമായി നടക്കുന്നു. ആ സമയത്ത് ദ ഓൾമോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്ലാസ്മ, നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള എല്ലാ സാധനങ്ങളും എക്സെപ്റ്റ് ബ്ലഡ് പ്ലാസ്മയിൽ നിന്ന് ആര് പോകൂല എന്നറിയോ? ബ്ലഡിലുള്ള പ്രോട്ടീൻ, പ്ലാസ്മയിലെ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജന്, ഈ 3 പ്രോട്ടീൻ അല്ലാത്ത ബ്ലഡ് പ്ലാസ്മയിലുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ ബ്ലഡ് പ്ലാസ്മയിൽ പിന്നെ എന്തൊക്കെ ബാക്കി ഉണ്ടാകും? വാട്ടർ ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള എലമെന്റുകൾ ഉണ്ട്, യൂറിയ ഉണ്ട്. പക്ഷെ എന്തില്ല? വാട്ടർ അല്ലെ? എന്ത് പോകൂല? പ്രോട്ടീൻസ് പോകൂല. പ്ലാസ്മയിൽ നിന്ന് പ്രോട്ടീൻസ് പോകൂല. അതേപോലെ തന്നെ RBC പോകൂല. അതുപോലെ തന്നെ WBC പോകൂല. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് പോകൂല. അതേപോലെ തന്നെ ബ്ലഡ് പ്ലാസ്മയിലെ പ്രോട്ടീൻസ് പോകൂല. ദെൻ അതേഴ്സ് ആയിട്ടുള്ള ബാക്കി എന്തൊക്കെ നമ്മുടെ ബ്ലഡിലുണ്ടോ അത് എല്ലാം എന്ത് ചെയ്യുന്നു? ഇതാ ബ്ലഡിൽ നിന്ന് അടിച്ചിട്ട് എങ്ങോട്ട് പോകാണ്? ഇൻ ടു ദ ഫിൽട്രേഷൻ സ്ലിറ്റിലൂടെ നേരെ എങ്ങോട്ട് പോവാണ്? ക്യാപ്സുലാർ സ്പേസിലേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാപ്സുലാർ സ്പേസിലോട്ട് ബ്ലഡിലുള്ള സാധനങ്ങൾ, ഏത് സാധനങ്ങൾ? എക്സെപ്റ്റ് പ്ലാസ്മയിലെ പ്ലാസ്മ പ്രോട്ടീൻ ഒഴിച്ചുള്ള പ്ലാസ്മയിലെ എല്ലാ സാധനങ്ങളും എങ്ങോട്ട് പോവാണ്? ബ്ലഡിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ വുമൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലുള്ള
ക്യാപ്സുലാർ സ്പേസിലേക്ക് പോവുകയാണ്. അതാണ് NCERT അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എക്സെപ്റ്റ് ദ പ്രോട്ടീൻസ് പാസസ് ഇൻടു എങ്ങോട്ടാണ് പോകുന്നത്? ഇൻടു ദ ലുമൻ ഓഫ് ദ മൊമെന്റ്സ് ക്യാപ്സ്യൂൾ. അതാണ് ക്യാപ്സുലാർ സ്പേസ് എന്ന ആ ലുമൻ എന്ന ക്യാവിറ്റിയിലേക്ക് പോകുന്നു. Therefore it is considered as a process of ultrafiltration. നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാഫിൽട്രേഷൻ. ബുദ്ധിമുട്ടായോ? മനസ്സിലായില്ലേ? സെറ്റാണോ? ഡിഫിക്കൽട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നുകൂടി ഇനി ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകൂടി നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് വേ അടിച്ചിട്ട് ഒന്നുകൂടി കാണാം കേട്ടോ. ഇനി റിപ്പീറ്റ് കഴിഞ്ഞാൽ ഇനി മനസ്സിലായിട്ട് ആകെ ബോറാം. അപ്പോൾ സോ ഇൻ കേസ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഏരിയ വിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നേരെ നമ്മൾ പോകണം അടുത്ത ഏരിയയിലേക്ക്. റെഡി? എൻ്റെ മൊനമേ, നല്ല കിഡിലും കണ്ടന്റ് ഏരിയ സാധനമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത്. നെക്സ്റ്റ് അടുത്ത് കേട്ടോ മക്കളെ, അടുത്ത നെക്സ്റ്റ്. യെസ്, the amount of the filtrate formed by the kidneys per minute is called glomerular filtration rate. എന്ന ഉദ്ദേശം അറിയോ? ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതാ. നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ആ സമയത്ത് നിങ്ങളോടൊരു ഡോക്ടർ ചോദിക്കുകയാണ്, നമ്മൾ ഡോക്ടറാണല്ലോ, നമ്മൾ ഡോക്ടറാണ്, നമ്മുടെ മുമ്പിലേക്ക് ഒരു പേഷ്യൻ്റ് വന്നു. നമ്മൾ ആ പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ്, ഹലോ പേഷ്യൻ്റ്, ഒരു മിനിറ്റിൽ നിങ്ങളുടെ 2 കിഡ്നിയും അടിച്ചുണ്ടാക്കുന്ന വേസ്റ്റ് എത്രയാ എന്ന് ചോദിക്കുന്നതും, ഓ പേഷ്യൻ്റ് നിങ്ങളെ GFR എത്രയാ എന്ന് ചോദിക്കുന്നതും ഒന്നാണ്. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. ഒരു മിനിറ്റിൽ നിങ്ങളെ 2 കിഡ്നീസ് അടിച്ചുണ്ടാക്കുന്ന വേസ്റ്റ് എത്രയാ എന്ന് ചോദിക്കുന്നതും നിങ്ങളുടെ GFR എത്രയാ എന്ന് ചോദിക്കുന്നതും ഒന്നടാ എന്ന്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ദ കിഡ്നീസ്. നിങ്ങൾ 2 കിഡ്നികളിലും അടിച്ചുണ്ടാക്കുന്ന വേസ്റ്റ് എപ്പോ പെർ മിനിറ്റ്, ഓരോ മിനിറ്റിലും. അതിന്റെ പേരെന്താ? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ദ GFR ഇൻ ദ ഹെൽത്തി ഇൻഡിവിജ്വൽ. ആരോഗ്യമുള്ള മനുഷ്യന്റെ GFR, അവരെ 2 കിഡ്നികൾ അടിച്ചുണ്ടാക്കുന്നത് ഓരോ മിനിറ്റിലും 125 ml വേസ്റ്റ് ആയിരിക്കും. ഒരു ദിവസത്തേക്ക് നിങ്ങൾ അല്ലെ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ ഒരു ദിവസം 150 ലിറ്റർ വേസ്റ്റോ? അതെ, നമ്മുടെ ബോഡിയിൽ 180 ലിറ്റർ വേസ്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് NCERT ബുക്ക് പറഞ്ഞത്. റെഡി അല്ലേ? ഓടെ ഇനി അടുത്ത കേട്ടോ. ദ കിഡ്നീസ് ഹാവ് എന്തുണ്ട്? ഒരു എഫിഷ്യന്റ് ആയ ഒരു മെക്കാനിസം ഉണ്ട്. കിഡ്നിക്ക് ഒരു മെക്കാനിസം ഉണ്ട് ഫോർ എന്തിനുള്ളതാ? ദ റെഗുലേഷൻ ഓഫ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. നമ്മളുടെ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ നിയന്ത്രിക്കാൻ, റെഗുലേറ്റ് ചെയ്യാൻ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ആ സച്ച് എഫിഷ്യന്റ് മെക്കാനിസം ഇല്ലേ, ക്യാരിഡ് ഔട്ട് ബൈ ദ ജസ്റ്റ് ഗ്ലോമെറുലാർ അപ്പാരറ്റസ് അല്ലെ. ആ സച്ച് എഫിഷ്യന്റ് മെക്കാനിസം ആണ് ആര്? ജസ്റ്റ് ഗ്ലോമെറുലാർ അപ്പാരറ്റസ് അഥവാ JJ എന്ന് പറയുന്നത്. JJ എന്ന് പറഞ്ഞാൽ ആരറിയോ? അതൊരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ആണ്, ഒരു പ്രത്യേക ഏരിയയാണ്. അതിൽ സെൻസ് ചെയ്യാൻ കഴിവുണ്ട്. എന്ത് സെൻസ് ചെയ്യാൻ കഴിയും? ഈ GFRന്റെ റേറ്റ് കുറഞ്ഞാല്, JJക്ക് മനസ്സിലാകും. JJക്ക് അത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് NCERT പറഞ്ഞത്. സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ആണ്. ഫോംഡ് ബൈ, അത് ഉണ്ടാകുന്നത് ഇവിടെ സെല്ലുലാർ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. യെസ്, DCTയിൽ കാണപ്പെടുന്ന ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? JGA ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് അഫറന്റ് ആർട്ടീരിയോൾ അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദെയർ കോണ്ടാക്ട്. റെഡി അല്ലേ? and the afferent arteriole at the location of their contact. Afferent arterioleum അതുപോലെ തന്നെ DCTയും തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ആ കോണ്ടാക്റ്റിന്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? നമ്മൾ JGA എന്ന് പറയുന്ന ആളെ കാണാൻ പറ്റുക. അപ്പോൾ അവിടെ എന്തുണ്ട്? JGA ഉണ്ട്. റെഡി അല്ലേ? ഇപ്പൊ പണ്ട് നമ്മളൊക്കെ വരച്ചു കൊടുക്കുന്ന പിക്ചർ ഇങ്ങനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണല്ലോ റെഫ്രോൺ, ഇങ്ങനെയല്ല ഉണ്ടാവുക. സോറി, ഇത് അഫറന്റ് ആർട്ടീരിയോൾ ആണെന്ന് വിചാരിക്കുക. കാണുന്നുണ്ടോ? അപ്പല്ലോ ഇത് അഫറന്റ് ആർട്ടീരിയോൾ. നോക്കിക്കോ, ഇത് അഫറന്റ് ആർട്ടീരിയോൾ, ഇത് DCT. അപ്പൊ ഇവരുടെ കോണ്ടാക്ട് വരും. ആ കോണ്ടാക്റ്റിന്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് എന്ത് കാണപ്പെടുക? നമുക്ക് JGA കാണാൻ പറ്റുക. റെഡി അല്ലേ? റെഡി. ഇനി ബാക്കിയാണോ? The fourth GFR
GFR fall കുറഞ്ഞാൽ can activate the JG cell. JG സെല്ലുകൾ ആക്റ്റീവ് ആകുന്നു. then release എന്നിട്ട് ആ JG സെല്ലുകൾ റിലീസ് ചെയ്യും. ആര്? റെനിനെ റിലീസ് ചെയ്യും. which can stimulate. ആ റെനിൻ എന്തിനുള്ള കഴിവുണ്ട്? ഇവിടെയുള്ള റെനിനെ നോക്കണേ. റെനിൻ 2 ടൈപ്പ് ഉണ്ട്. ഇത് ഒരു റെനിൻ, ഇത് മറ്റൊരു റെനിൻ. ഈ റെനിൻ ഇൻഫാന്റിന്റെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെനിനാണ്. ഈ റെനിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു പ്രോട്ടിയോലറ്റിക് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. ബിക്കോസ് നമുക്കറിയാം അല്ലേ, നമ്മളെ ഈ ഇൻഫാൻസ് അല്ലെ, പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെ, ഏത് കുഞ്ഞുങ്ങൾ അല്ലെ, ഇൻഫാൻ്റ് ആണ്, പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ പാല് മാത്രമേ കുടിക്കാറുള്ളൂ. അവരുടെ സ്റ്റൊമക്ക് ആ മിൽക്കിനെ അല്ലെ, അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാമറി ഗ്ലാൻഡിൽ നിന്നും കുടിക്കുന്ന മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ആ എൻസൈംസ് അല്ലെങ്കിൽ അതിന് യൂസ് മിൽക്ക് അല്ലെ, പ്രോട്ടിയോലറ്റിക് ആയിട്ടുള്ള എൻസൈമിന്റെ പേരാണ് റെനിൻ. ഇത് RENN ആണ്, ഇത് RE ആണ്. ഈ ഓപ്ഷൻസിൽ 2 തന്നാൽ മാറിപ്പോകരുത് കേട്ടോ, കൺഫ്യൂഷൻ ആകും നമ്മളെ. അപ്പൊ റെനിൻ ആണ് which can stimulate the glomerular blood flow and thereby GFR back into normal. അപ്പൊ GFR അല്ലെ എന്ത് കുറഞ്ഞാൽ ഉടനെ JG സെല്ലുകൾ ഉണ്ടാക്കുന്നു? റെനിൻ ഉണ്ടാക്കുന്നു. which can റെനിൻ എന്നുള്ള കഴിവുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യും ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ. അങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടും, ഗ്ലോമറുലസിന്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടും. അങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യും? GFR നോർമൽ ആക്കി മാറ്റാനുള്ള കഴിവാക്കുണ്ട് എന്നാ പറഞ്ഞേ, നമ്മൾ GG ഒക്കെ ഉണ്ട് എന്നാ പറഞ്ഞേ. അപ്പൊ നമ്മൾ ആ സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീരാന്ന് വിചാരിക്കുന്നു. സെറ്റല്ലടാ? അല്ല, ആണ് അല്ലേ? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണോ? നിങ്ങളൊന്ന് കമന്റ് ഒക്കെ ഇടുക. മനസ്സിലാവുന്നുണ്ട് കമന്റ്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും, എന്തെങ്കിലും ഒന്ന് പറ. റെഡി? ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സമാധാനമില്ല. പിന്നെ ആരെയും കമന്റ് ഇട്ടുകണോ, ആരെയും ലൈക്ക് അടിച്ചുകണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞാൻ എടുത്തത് ഓക്കെ ആണോ, ഇതിങ്ങനെ എൻ്റെ ഉള്ളിൽ സംശയമാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കിത് മനസ്സിലാവുള്ളൂ. ഒരാൾ കമന്റ് ഇട്ടാവും, എൻ്റെ അമ്മോ എന്താ ഹാപ്പി, ഞാൻ ഭയങ്കര ഹാപ്പി ആവും. സോ ബിക്കോസ് എൻ്റെ ഹാപ്പിക്ക് വേണ്ടി കമന്റ് ഇടണേ, മറക്കരുത് കേട്ടോ. റെഡി? ഓക്കെ, റെഡി സെറ്റ്, മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് നേരെ പോകണം അടുത്തത്. റെഡി ഗൈസ്? സോറി, അടുത്ത അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത നോക്കാം. നീക്കാം വോളിയം ഓഫ് ദ ഫിൽട്രേറ്റ് ഫോംഡ് പെർ ഡേ. ഒരു ദിവസം നിങ്ങൾ 2 കിഡ്നികളും അരിച്ചുണ്ടാക്കുന്ന വേസ്റ്റ് അത് 150 ലിറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, വിതൗട്ട് യൂറിൻ റിലീസ്. പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന മൂത്രമില്ലേ, അത് എത്രയുള്ളൂ? 1.5 ലിറ്ററേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 2 കിഡ്നികളും അരിച്ചുണ്ടാക്കുന്ന വേസ്റ്റ് 180 ലിറ്റർ ആണ്. നിങ്ങൾ ഒഴിക്കുന്ന മൂത്രം 1.5 ലിറ്റർ ആണ്. ഇതാണ് NCERT പറഞ്ഞത്. ഇതിന് NCERT പറയണു, ഇത് കണ്ടു നോക്കുമ്പോൾ ഏകദേശം 90 അല്ലെ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു ദിവസം 150 ലിറ്റർ വേസ്റ്റ് ഉണ്ട്. പക്ഷെ 1.5 ലിറ്ററേ നമ്മൾ മൂത്രം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അല്ലേ, ഒന്ന് ആലോചിച്ചേക്ക്, നമ്മുടെ ബോഡി 150 ലിറ്റർ വേസ്റ്റ് ഉണ്ടാക്കുന്നു. ആ 150 ലിറ്റർ വേസ്റ്റ് നമ്മൾ മൂത്രം ഒഴിക്കണ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എടാ, മനുഷ്യന്മാർക്ക് മൂത്രം ഒഴിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മളിങ്ങനെ മൂത്രത്തിൻ്റെ പൈപ്പ് ഇട്ട് സഞ്ചിയും തൂക്കി പോക്കറ്റിൽ നമ്മൾ ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ബെൽറ്റിലൊക്കെ ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ 180 ലിറ്റർ അല്ലേ? ഓ എൻ്റെ പൊന്നെ, ആലോചിച്ച് കഴിഞ്ഞാൽ അൺസൈക്കബിൾ. ഓ അല്ലേ? പക്ഷേ NCERT പറയാണ്, നമ്മൾ അത്രയൊന്നും മൂത്രം ഒഴിക്കുന്നില്ല, നമ്മൾ ഇത്രയും വേസ്റ്റ് ഉണ്ടെങ്കിൽ 1.5 ലിറ്റർ മാത്രമേ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ 99% ഫിൽട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നു റിനൽ ട്യൂബ്യൂൾസ് അല്ലേ? അപ്പോൾ 150 ലിറ്റർ വേസ്റ്റ് ഉണ്ടെങ്കിലും ആ 150 ലിറ്ററിന്റെ ബാക്കി വരുന്ന 179 ലിറ്റർ, അഥവാ ഈ 150ന്റെ 99% വേസ്റ്റിന് എന്ത് ചെയ്യാൻ? ഫിൽട്രേറ്റിനെ കിഡ്നീസിൽ എന്ത് ചെയ്യാണ്? ട്യൂബ്യൂൾസ് എന്ത് ചെയ്യാണ്? അത് ഉള്ളിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീഅബ്സോർപ്ഷൻ. അപ്പൊ കിഡ്നി എന്ത് ചെയ്യാണ്? അത് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക, ബാക്കിലേക്ക് തന്നെ എടുക്കുക. ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്? റീഅബ്സോർപ്ഷൻ. ദ ട്യൂബുലർ എപ്പിത്തീലിയൽ സെൽ in the different segment nephron perform this either by active or passive mechanisms. എന്ന് വെച്ചാൽ നെഫ്രോൺസിന്റെ വ്യത്യസ്ത ട്യൂബുകളിൽ കാണപ്പെടുന്ന ട്യൂബുലാർ എപ്പിത്തീലിയൽ സെല്ലുകൾ ഡിഫറെന്റ് സെഗ്മെന്റിൽ നെഫ്രോണിന്റെ വ്യത്യസ്ത സെഗ്മെന്റിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എപ്പിത്തീലിയങ്ങൾ ഏത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവ് ആയിട്ടോ
പാസീവായിട്ടുള്ള മെക്കാനിസത്തിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫോർ ഉദാഹരണം പറയട്ടെ, സബ്സ്റ്റൻസിൽപ്പെട്ട ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം അല്ലേ. അപ്പം നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞ വേസ്റ്റിൽ എന്തൊക്കെയുണ്ട്, ഗ്ലൂക്കോസും അമിനോ ആസിഡും സോഡിയം ഉണ്ട്. ഇതിന് ഇവരെന്ത് ചെയ്യും അല്ലെ, ഇതിന് ഫിൽട്രേറ്റിൽ നിന്നും ഇവർ അബ്സോർബ് ചെയ്യുന്നത്, റീഅബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്, ആക്റ്റീവായിട്ടാണ്. എന്ന് വെച്ചാൽ എനർജി കൊടുത്തിട്ടാണ്, എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എനർജിയുടെ സഹായത്താലാണ് ഈ വേസ്റ്റിൽ നിന്നും അമിനോ ആസിഡിനെയും ഗ്ലൂക്കോസിനെയും സോഡിയത്തിനെയും ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ നൈട്രജനസ് വേസ്റ്റിനെ ചില സമയത്ത് എന്ത് ചെയ്യും, ബ്ലഡ് അബ്സോർബ് ചെയ്യും. അതെങ്ങനെയാണ്, പാസീവായിട്ടാണ്, ഡിഫ്യൂഷൻ ആയിട്ടാണ്. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, എനർജി ആവശ്യം വരുന്നില്ല. എന്നാൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൾസോ ഒക്കേഴ്സ്. ചില സമയത്ത് എന്ത് ചെയ്യും, ബ്ലഡിനെ വെള്ളം വലിച്ചെടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, വെള്ളം വലിച്ചെടുക്കണമെങ്കിൽ എന്ത് കാണും, ഇറ്റ്സ് എ പാസീവ്ലി, അത് പാസീവായിട്ടാണ്, അത് ഓസ്മോസിസ് ആണ്. ഇവിടെയും എനർജിൻ്റെ ആവശ്യം വരുന്നില്ല. എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്, ദ ഇനീഷ്യൽ സെഗ്മെന്റ് ഓഫ് ദ നെഫ്രോൺ, അഥവാ PCT ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. PCTയിൽ നിന്ന് വാട്ടറിനെ ബോഡി അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ, അത് ഓസ്മോസിസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, എനർജിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് NCERT ബുക്ക് ഇവിടെ ഉദ്ദേശിച്ചത്. എന്നിട്ട് NCERT പറയാണ്, ഡ്യൂറിങ് ദ യൂറിൻ ഫോർമേഷൻ നടക്കുമ്പോൾ തന്നെ ദ ട്യൂബുലാർ സെൽ സെക്രീറ്റ്, ട്യൂബുലാർ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്റ്റൻസിൽപ്പെട്ട ആരൊക്കെ, H+നെ, K+നെ ആൻഡ് അമോണിയനെ ഇൻറ്റു ദ ഫിൽട്രേറ്റിലേക്ക്. അപ്പൊ ഫിൽട്രേറ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽ. ഇവിടെ ഒരു കൺഫ്യൂഷൻ എടുക്കരുത് കേട്ടോ. ഇത് ഗംഭീരമായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടേ. എൻ്റെ ക്ലാസ്സിലേ ഞാൻ എൻ്റെ ആപ്പിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ്സാണ്. അതിൽ ഞാനിത് കറക്റ്റ് എങ്ങനെ ഇത് വരിക എന്നൊക്കെ ഞാൻ പറഞ്ഞ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം എടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഞാൻ നെഫ്രോൺസിൻ്റെ പിക്ചർ വെച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അവിടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറയണ്ടേ, മുഴുവൻ അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അങ്ങോട്ട് നോക്കട്ടോ. അവിടെ എന്താ ഉദ്ദേശിച്ചത് ശരിക്ക്, അവിടെ ശരിക്കും ഉദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മക്കൾ നോക്കട്ടോ. അവിടെ ഇവിടെ ശരിക്കും ബ്ലഡ് വെസലുകളുണ്ട്. ഈ ബ്ലഡ് വെസൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ബ്ലഡ് ആണോ, അത് ബ്ലഡ് വെസലാണ്, ഇത് ബ്ലഡാണ്. ഈ ബ്ലഡ് വെസൽ എന്ത് ചെയ്യും, ഇത് DCT അല്ലേ, DCTൻ്റെ ഉള്ളിലേക്ക് K+നെ കൊടുക്കും, H+നെ കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, ഈ DCTയിൽ നിന്ന് NaClനും വാട്ടറും ബൈകാർബണേറ്റ് എങ്ങോട്ട് പോകും, ഇത് ബ്ലഡാണ് കേട്ടോ, ഇതും ബ്ലഡാണ്, ബ്ലഡ് അല്ലേ. ഇതാണ് സംഭവം. പക്ഷെ NCERT അത് ഭയങ്കര കോംപ്ലിക്കേഷനിൽ പറഞ്ഞതാണ്. എന്തിനും നമ്മൾ ബുദ്ധിമുട്ടാക്കാം, നമ്മളെ ഇടക്കാറാക്കാനാണ്. പക്ഷെ നമ്മൾ വീയരുത്, ഗംഭീര ക്ലാസ് കേൾക്കണം, നല്ല കിടിലൻ ക്ലാസ്സുകൾ. അപ്പം മനസ്സിലായതൊക്കെ പുത്തിരി അല്ലേ, അങ്ങനെ കേൾക്കോ. അപ്പൊ ഇത് ബ്ലഡാ കേട്ടോ. അപ്പൊ ചെറിയ പറഞ്ഞാൽ ഇത് എന്ത് മനസ്സിലായി, ബ്ലഡിൽ നിന്ന് H+ഉം അമോണിയയും ഇതിനൊക്കെ പോകും, എങ്ങോട്ട്, PCTനുള്ളിലേക്ക് പോകും. അപ്പം എന്ത് ചെയ്യും അല്ലേ, ഡക്റ്റിൽ നിന്ന് ഇത് പോണത് എങ്ങോട്ടോ, ഇൻറ്റു ദ ബ്ലഡ്, ഇത് ബ്ലഡിലേക്കാണ് പോണേ. സെറ്റായോ, മനസ്സിലായില്ലേ? ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് പോവുക കറക്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ NCERT റീഡിങ് ആകുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല, എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ ഞാനിത് NCERT റീഡിങ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വായിക്കണേ. സെറ്റാണേ, റെഡി അല്ലേ? അപ്പോൾ ബ്ലഡിൽ നിന്ന് എങ്ങോട്ട്, ബ്ലഡിൽ നിന്ന് PCTയിലേക്ക് H+ അമോണിയയും പോകും. അപ്പോൾ PCTയിൽ നിന്ന് വീണ്ടും ബ്ലഡിലേക്ക് ഇവരൊക്കെ കടക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. റെഡി അല്ലേ? റെഡി. അപ്പോൾ നോക്കട്ടോ, ഇങ്ങനെയാണ് ഉദ്ദേശം പറഞ്ഞത്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ വായിക്കാം കേട്ടോ, നോക്കോ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് നോക്കോ. അപ്പോൾ ഇവിടെ NCERT ബുക്ക് പറയണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ മക്കൾ നോക്കോ, during the urine formation സമയത്ത് the tubular cell secrete ചെയ്യും എന്തിനെ, സബ്സ്റ്റൻസിൽപ്പെട്ട എന്തൊക്കെ സെക്രീറ്റ്. അപ്പൊ ഈ ട്യൂബുലാർ സെൽ ആരാണ്, ശരിക്കും ബ്ലഡ് വെസലാണ് കേട്ടോ. ഇത് ഉദ്ദേശിച്ചത് ആരാ, ബ്ലഡ് വെസൽസാ. കുറച്ച് പണിയെടുത്ത് മനസ്സിലാവാൻ കേട്ടോ. അപ്പൊ ഇവിടെ ട്യൂബുലാർ സെല്ലിനോട് ഉദ്ദേശിച്ചത് ആരാണ്, യഥാർത്ഥത്തിൽ ബ്ലഡ് വെസലാ. ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്റ്റൻസ്
ഏത് സബ്സ്റ്റൻസ് അത് കാണൂല, മൈന്യൂട്ടായിട്ട് ബ്ലഡ് വെസൽസ് ആണ്. നിങ്ങൾ MBBS ഒക്കെ പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ പഠിക്കും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡ്യൂറിങ് ദ യൂറിൻ ഫോർമേഷൻ ഈ ബ്ലഡ് വെസൽസിൽ പെട്ട സെല്ലുകൾ, അപ്പോൾ ട്യൂബുലാർ സെൽ എന്ന ബ്ലഡ് വെസൽസ് അത് സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആരൊക്കെ? H+നെ, K+നെ ആൻഡ് അമോണിയനെ ഇൻറ്റു ദ ഫിൽട്രേറ്റ്. അത് ഫിൽട്രേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദ ട്യൂബുലാർ സെക്രീഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഈ ബ്ലഡ് വെസൽ എന്ത് ചെയ്യണം? H+നെയും K+നെയും അമോണിയനും ഈ PCTന്റെ DCTന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സെക്രീഷൻസ് ഉണ്ടല്ലോ, ഇത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എന്തിൽ? യൂറിൻ ഫോർമേഷനിൽ. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്പ് ചെയ്യുന്നു മെയിൻ്റെനൻസ് ഓഫ്, ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? മെയിൻ്റെനൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിങ്ങളെ ബോഡി ഫ്ലൂയിഡായ ബ്ലഡിൻ്റെ എന്തിനു സഹായിക്കുന്നുണ്ട്? ആസിഡ് ബേസ് ബാലൻസിന് സഹായിക്കുന്നുണ്ട് എന്നാണ് NCERT ഈ ഭാഗത്ത് പറഞ്ഞത്. ദെൻ എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ് എങ്ങനെ പോകുന്നത്? ദ ഫങ്ഷൻ ഓഫ് ദ ട്യൂബ്യൂൾസ്. റെഡി അല്ലേ? ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയാൻ വേണ്ടി പോവുകയാണ്. ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻ ആട്ടോ. എടാ എന്താ? ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോകാം. ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, റെഡി? റെഡാക്കാം. ഓക്കെ, റെഡി. ട്യൂബ്യൂൾസിൻ്റെ ഫങ്ഷൻസ്. റെഡി? നീക്കാം. ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ ഒന്നാമത്തെ ട്യൂബ്യൂൾ തുടങ്ങുകയാണ്. PCTനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നത്. PCT ലൈൻ ചെയ്തത്, PCT ഉണ്ടാക്കിയിട്ടുള്ളത് ചുറ്റിക്കൊണ്ട് എന്തുണ്ട്? സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇങ്ങനെയാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ടാവുക. ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇതാണ് ഏറ്റവും ഫ്ലാറ്റൻഡ് സെൽ. ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ദെൻ ഇതാണ് കോളംനാർ എപ്പിത്തീലിയം. ഇങ്ങനെ നീളമുള്ള സെല്ല് കേട്ടോ. ലോങ് ആൻഡ് സ്ലെൻഡർ സെല്ല്. നീളമുള്ള സെല്ലൊക്കെ ഏതാണ്? അത് കോളംനാർ എപ്പിത്തീലിയം ആണ്. ഒരു ചതുരത്തിലുള്ള സെൽസ് ഇതാണ് അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. പരന്ന സെല്ല് ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും ഒരു ബ്രഷ് ബോർഡർ. കണ്ടോ? ഒരു കുഴി, ഇതവിടെ ഒരു കുഴി ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബ്രഷ് ആയില്ലേ? ഇതൊരു ബ്രഷ് ലൈക്ക് ആയില്ലേ? ഇതൊരു ബ്രഷ് ആയല്ലേ? ബ്രഷ് ആയില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ടോ? ലൈൻ ബൈ സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സബ്സ്റ്റൻസുകൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലും. എവിടെ? അതങ്ങോട്ട് വയ്ക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സബ്സ്റ്റൻസ് ഇതിൻ്റെ ഈ ക്യാപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? റീഅബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കും കേട്ടോ. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഷ് ബോർഡർ ആക്കിയിട്ടുള്ളത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് NCERT അവിടെ ഉദ്ദേശ കാര്യം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. റെഡി? മുന്നോട്ട് പോകാം. നോക്കോ. അപ്പോൾ എന്താ പറഞ്ഞേ? ദ PCT ലൈൻ ചെയ്തുകൊണ്ട് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം വിച്ച് ഇൻക്രീസ് ചെയ്യുന്ന സർഫസ് ഏരിയ ഓഫ് ദ റീഅബ്സോർപ്ഷൻ. കണ്ടോ? അതിൻ്റെ റീഅബ്സോർപ്ഷൻ സർഫസ് ഏരിയ കൂട്ടാനാണ് അവിടെ എന്തൊരു സിമ്പിൾ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ആക്കിയിട്ടുള്ളത്. നിയർലി ഏകദേശം ഇവിടെ വെച്ചിട്ട് ഏകദേശം ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് പോലെയുള്ള നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസിനെയും നിങ്ങളുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കഴിഞ്ഞില്ല 70-80% ഇലക്ട്രോലൈറ്റ്സിനെയും അബ്സോർബ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാ. ആൻഡ് വാട്ടർ ഇതിനെ അബ്സോർബ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാ. എന്നിട്ട് റീ അബ്സോർബ് ചെയ്യുന്നത് ദിസ് സെഗ്മെന്റ്. കണ്ടോ? ഈ സെഗ്മെന്റിൽ വെച്ചിട്ടാണ് 70-80% ഇലക്ട്രോലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ഇവിടെ ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? NaCl കേട്ടോ. നമ്മൾ പിക്ചറിൽ NaCl കാണാം. അതാണ് ഇലക്ട്രോലൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. കേട്ടല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെയും അഥവാ NaClൻ്റെയും എസെൻഷ്യൽ ന്യൂട്രിയൻസിൻ്റെയും നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളത്തിനെയും റീഅബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ PCT വെച്ചിട്ടാണ്. കഴിഞ്ഞില്ല. PCT ആൾസോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ദ pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. നിങ്ങളുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ എന്തിനെ? കണ്ടോ? pHഉം അയോണിക് ബാലൻസും കറക്റ്റ് നോക്കണേ. pH ആൻഡ് അയോണിക് ബാലൻസ് ആണ്, അല്ലാതെ സോഡിയം പൊട്ടാസ്യം ബാലൻസ് അല്ല. ഇവിടെ ഇനി നേരെ കണ്ടോ? ഇവിടെ വരുന്നത് pH ആൻഡ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് എന്നാണ്. കണ്ടോ? അവർക്ക് നമുക്ക് കറക്റ്റ് പഠിച്ച് പോകണം. കറക്റ്റ് NCERT ബൈ ഹാർട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിച്ച് കുറച്ച് ക്വസ്റ്റ്യനും ചെയ്ത് എനിക്ക് തന്നെ നീറ്റ് ഞാൻ തന്നെ ഫസ്റ്റ് എന്നൊന്നും വിചാരിച്ച് പോവല്ലേ. ശരിക്കും NCERT വായിക്കുക. നല്ലോണം ക്വസ്റ്റ്യൻ കഷ്ടപ്പെടടാ. എങ്ങാറാവ് നമ്മളെ ഉള്ളിൽ മനസ്സിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. എനിക്ക് തന്നെ റാങ്ക് അടിക്കും ഷുവറാന്നൊക്കെ പറയും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും നമ്മളൊന്നും ഒന്നും അല്ലേനെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എടുക്കണം. നിങ്ങൾ ഏതായാലും പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ നല്ല വൃത്തിയൊക്കെ പഠിക്കുക.
പഠിക്കണമെനിക്ക് മാത്രം പറഞ്ഞ പരിപാടി കേട്ടോ അത്. അല്ലാതെ നിങ്ങളെ എൻജോയ്മെൻറ്റും നമ്മളെ പ്രണയമൊന്നും നീറ്റിൻ്റെ സമയത്ത് ബിൽഡപ്പ് നമുക്ക് നടക്കൂല. ഉഷാറായിട്ട് നമ്മൾ പഠിക്കണം. കൂടുതൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഇനി മുന്നോട്ട് പോകാം. മോട്ടിവേഷൻസിന് ഞാൻ വേറെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മോട്ടിവേഷൻ ചെയ്തിട്ട് നിങ്ങളെ ടൈം എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. അപ്പോൾ നേരെ മുന്നോട്ട് പോകണം നോക്കാം. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ്, അപ്പോൾ ഞാൻ മുന്നോട്ട് പോകാം. പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ് ബൈ ദ അല്ലേ എന്ന് അറിയിക്കോ. അപ്പോൾ ഇച്ചിരി പറഞ്ഞാൽ ഈ PCT എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബ്ലഡിൻ്റെ PHും അയോണിക് ബാലൻസും എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ലെവലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എങ്ങനെ ലെവലാക്കും? അപ്പോൾ PCTയിൽ വെച്ച് ബ്ലഡിൻ്റെ PHും അയോണിക് ബാലൻസ് എങ്ങനെ ലെവലാക്കുന്നല്ലേ, സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആൻഡ് അമോണിയ. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഈ എന്ത് ചെയ്യുന്ന അറിയോ, PCTന്റെ ഉള്ളിലേക്ക് ആര് കടന്നു വരും നോക്കട്ടോ. ഇവിടെ ആ പിക്ചർ, ഇവിടെ എന്താ സംഭവിച്ചാൽ ഇതാണ് PCT, ഇതാരാ, ഇത് ബ്ലഡ്. കറക്റ്റ് ശ്രദ്ധിച്ചോ. വേറെ എവിടെ നിന്ന് കിട്ടൂല അത്. ബ്ലഡ് ദെൻ ഇതാണ് PCT. അപ്പോൾ എന്താ ഇവിടെ ചെന്ന സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ, ഇവിടെ വെച്ച് ബ്ലഡിൽ നിന്ന് ആര് കടക്കും ഇങ്ങോട്ട്, ബ്ലഡിൽ നിന്ന് ഒന്ന് ആരെ കടക്കും, ഹൈഡ്രജൻ അയോൺ അമോണിയ. കണ്ടില്ലേ, സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ. ബ്ലഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് H+ ഹൈഡ്രജൻ അയോൺ കടക്കും. പിന്നെ ആരും കടക്കും എന്നറിയോ, അമോണിയയും കടക്കും. NH3 ദെൻ ഇതാ NH3 ആയിട്ടുള്ള അമോണിയ കടന്നു, അമോണിയ കേട്ടോ, അമോണിയയും കടന്നു. അപ്പൊ ബ്ലഡിൽ നിന്ന് PCTന്റെ ഉള്ളിലേക്ക് H+ അമോണിയയും കടന്നു. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, PCTയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരാൾ കിടക്കും. അതാണ് ആര്, HCO3-. ഇവനാണ് ബൈകാർബണേറ്റ്. ഇവൻ ഈ PCTയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയോ, ലെവലായി. അപ്പൊ ബ്ലഡിന്റെ ഇവിടെ PH ലെവലായി, അയോണിക് ബാലൻസും ലെവലായി. ഇതാണ് NCERT നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ബ്ലഡിൽ നിന്ന് എന്ത് H+ഉം അമോണിയയും PCTക്ക് കയറി. അപ്പൊ PCTയിൽ നിന്ന് ബൈകാർബണേറ്റ് ഇങ്ങോട്ടും കയറി. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേഞ്ച് നടത്തിയാൽ എന്ത് സംഭവിച്ചു, ബ്ലഡിന്റെ അയോണിക് ബാലൻസ്. ഇനി ആ വരി വായിച്ചു നോക്കാം. PCT ആൾസോ ഹെൽപ്പ്, എന്തിനു സഹായിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത്, PHും അയോണിക് ബാലൻസും ഓഫ് എന്തിൻ്റെ, ബോഡി ഫ്ലൂയിഡ് ആയ നിങ്ങളെ ബ്ലഡിന്റെ. ബൈ എങ്ങനെ, അവർ സെലക്റ്റീവായിട്ട് സെക്രീറ്റ് ചെയ്യും. ആര് സെക്രീറ്റ് ചെയ്തു, ആര് കൊടുത്തു, ഹൈഡ്രജൻ അയോൺസിനെയും അമോണിയനെയും കൊടുത്തു. എങ്ങോട്ടാ കൊടുക്കല്, ഫിൽട്രേറ്റിലേക്കാണ് കൊടുക്കല്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ അബ്സോർപ്ഷൻ നടക്കും. ആര് അബ്സോർപ്ഷൻ നടക്കും, ബൈകാർബണേറ്റിന്റെ. കണ്ടോ, ബൈകാർബണേറ്റ് PCTന്ന് ബ്ലഡ് തന്നെ പോയി. കണ്ടോ, ഇതാണ് NCERT പറഞ്ഞത്. മനസ്സിലായോ മുത്തമണികളെ? ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ ഏരിയ വായിക്കുമ്പോൾ കുറേ ആളുകൾ ആകെ എടങ്ങാറോ, എന്താ ഇപ്പം ഇത് പറഞ്ഞത്, ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് ഇല്ലേ എന്നൊക്കെ തോന്നലുണ്ടാകും. ഡോണ്ട് വറി ഗൈസ്, വെരി സിമ്പിൾ. റെഡി അല്ലേ? അപ്പം നേരെ നമ്മൾ അടുത്തവരിലോട്ട് അങ്ങ് പോവാട്ടോ. റെഡി? നെക്സ്റ്റ്. റെഡി? അല്ല സ്ലോ. യെസ്. അപ്പം നമ്മൾ അടുത്തയിലേക്ക് പോകണം മക്കളെ. അടുത്തത് എൻലിസ്ലോ. റെഡി? നീക്കോ എൻലിസ്ലോ. എന്താ എൻലിസ്ലോപ്പിനെ പറ്റി പറഞ്ഞാൽ നീക്കോ, ദ റീഅബ്സോർപ്ഷൻ ഈസ് മിനിമം. ഏറ്റവും കുറവ്, റീഅബ്സോർപ്ഷൻ ഏറ്റവും കുറച്ച് നടക്കുന്നത് എവിടെയാണ്, അത് എൻലിസ്ലോപ്പിലാണ്. ഇറ്റ് ഈസ് അസെൻഡ് ലിംബ് അല്ലെ, അഥവാ എവിടെയാണ് റീഅബ്സോർപ്ഷൻ ഏറ്റവും കുറച്ച് നടക്കുന്നത്, എൻലിസ്ലൂപ്പിന്റെ അസെൻഡ് ലിംബിലാണ് അല്ലെ. എൻലിസ്ലൂപ്പ് ഇങ്ങനെ ഉണ്ടാവുക അല്ലെ, ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. ഈ അസെൻഡിങ് ലിംബിലാണ് ഏറ്റവും കുറച്ച് എന്ത് നടക്കുക, റീഅബ്സോർപ്ഷൻ നടക്കുക. അപ്പൊ റീഅബ്സോർപ്ഷൻ ഏറ്റവും കുറച്ച് നടക്കുന്നത് എവിടെയാണ്, അസെൻഡിങ് ലിംബിലാണ്. എന്ന് വെച്ചാൽ ദ റീജിയൻ പ്ലേ ചെയ്യുന്ന സിഗ്നിഫിക്കന്റ് റോൾ എന്താണെന്ന് അറിയാം, മെയിൻ്റെനൻസ് ഓഫ് ഹൈ ഓസ്മോളാരിറ്റി ഓഫ് മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. എൻലിസ്ലോപ്പിന്റെ കാര്യമായിട്ടുള്ള പണി എന്താണ്, ഇവിടെ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡിന്റെ പേരാണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ എന്ത് അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ ഓസ്മോളാരിറ്റി. അപ്പൊ ഇവിടെ ഉള്ള ഫ്ലൂയിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ 300, അടിയിൽ 600, 900, ഇവിടെ 1200. അപ്പൊ ഇതിന്റെ ഓസ്മോളാരിറ്റി താഴത്തേക്ക് വരുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എൻലിസ്ലൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ യൂറിൻ ഫോർമേഷനിൽ എൻലിസ്ലൂപ്പിന്റെ പങ്ക് എന്താണ്, അത് ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. ആരുടെ, മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ. റെഡി? എന്നിട്ടോ, ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് എൻലിസ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. എന്ന് വെച്ചാൽ എന്താ, ഇത് അടിയിൽ കറങ്ങുമ്പോൾ വെള്ളത്തിനെ കടത്തി വിടും അല്ലെ. H2O എന്ന് പറയുന്ന വെള്ളത്തിനെ താഴോട്ട് വരുമ്പോൾ കടന്ന് വലിയ പ്രോസസ്സ്. അതൊക്കെ ഞാൻ ഒരുപാട് ടൈം എടുത്ത് ക്ലാസ് എടുക്കണ്ടേ. എടാ അത് മനസ്സിലാവണമെങ്കിൽ എന്നെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഞാൻ NCERT റീഡിങ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ വേറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഓക്കെ, എൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബയോളജി 32 ചാപ്റ്റർ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ 32 ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കും. 32 സുവോളജി പ്ലസ് ബോട്ടണി കംപ്ലീറ്റ് ക്ലാസ് ഉണ്ട്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ NCERT ഫിംഗർ ടിപ്സ്, NCERT പഞ്ച്, ഈ രണ്ട് ടോട്ടൽ ഒരു 300ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ നിങ്ങൾ പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആപ്പ് വന്നിട്ടില്ല. അടുത്ത വീക്കിലാണ് ആപ്പിൻ്റെ ലോഞ്ച് നടക്കുന്നത്. ഈ ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ട് ആപ്പൊക്കെ നോർമൽ ആവും. നിങ്ങൾ ഒക്ടോബറിന് ശേഷമാണ് എൻ്റെ ക്ലാസ് ഇപ്പം ഈ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ ആയിരിക്കും. അഥവാ ഒക്ടോബറിന് മുമ്പ്, അഥവാ ഒക്ടോബർ 10-ന് മുമ്പൊക്കെ ഈ എൻ്റെ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആപ്പ് ഇപ്പോൾ അവൈലബിൾ അല്ല. അടുത്ത വീക്കോടെ അവൈലബിൾ ആകും. ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീറ്റിൻ്റെ ബയോളജി സൈഡ് ഞാൻ സെറ്റാക്കി തരും. ഇത് എൻ്റെ ഉറപ്പാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിനു വേണ്ടി ഞാൻ കട്ടൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഫോളോ ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കും. ബയോളജിയുടെ സൈഡ് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി നോക്കിയാൽ മതി. ബയോളജി ഞാൻ സെറ്റാക്കി തരും. സെറ്റനസ് ഉണ്ട് പറഞ്ഞാൽ മതി. ബയോളജി കാറുണ്ട്, സെറ്റനസ് ഉണ്ട്. ബാക്കി നിങ്ങൾ എന്താ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഇതാണ് സെറ്റാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ മുന്നോട്ട് പോയല്ലേ റെഡി. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ ലാസ്റ്റ് എന്ന് പറഞ്ഞേ മൂവ് ഡൗൺ ഇവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. എടാ പെട്ടെന്ന് പറഞ്ഞു പോകണ്ടേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്നോട് ക്ഷമിക്കണേ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വേറെ ക്ലാസ് കണ്ടാൽ മതി. നിൽക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഡിസെൻഡിങ് ലിംബ്. ഡിസെൻഡിങ് ലിംബ് എന്ത് ചെയ്യും, വാട്ടറിനെ പുറത്തേക്ക് ഇടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിസെൻഡിങ് ലിംബിന്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് എന്ത് ചെയ്യുക, പുറത്തേക്ക് വിടാം അല്ലേ. അസൽ ലിംബിന്റെ ജോലി എന്താ, അത് NaCl പുറത്തേക്ക് വിടാം അല്ലേ. NaCl പുറത്തേക്ക് വിടാം. ഇതാ NaCl, ഇതാണ് ഇവിടെ നടക്കുക. ഇതാണ് NCERT പറഞ്ഞത്. പക്ഷെ എന്തിനാണ് ഈ വെള്ളത്തിനെ പുറത്തേക്ക് ഇട്ടതും NaCl അങ്ങോട്ട് ഇട്ടതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് ആണെന്ത് മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ ഓസ്മോളാരിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലുപ്പോഫൈൻലി പെർമിയബിൾ, കടത്തിവിടും ആരെ, വാട്ടറിനെ. ബട്ട് ഓൾമോസ്റ്റ് ഇൻപെർമിയബിൾ, പക്ഷെ ആര് കടത്തിവിടില്ല, ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടില്ല, അഥവാ NaCl കടത്തിവിടില്ല. എന്നാൽ ഇത് കോൺസെൻട്രേറ്റ് ദ ഫിൽട്രേറ്റ് ആസ് മൂവ് ഡൗൺ. അപ്പൊ അടിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും അല്ലെ, ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അപ്പൊ അടിക്ക് ഇറങ്ങുമ്പോൾ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടാനുള്ള കാരണം എന്താ, ഇതിലെ വെള്ളമൊക്കെ കുറഞ്ഞു വരുന്നത്, വെള്ളമൊക്കെ പുറത്തേക്ക് പോകല്ലേ. അപ്പോൾ ഒരു ഉപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളം അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പിന്റെ അളവ് കൂടി വരുമ്പോൾ, ഉപ്പിന്റെ അളവ് കൂടുമ്പോൾ അത് കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ തന്നെ ഫിൽട്രേറ്റിലെ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ അടിക്ക് പോകുമ്പോൾ ഫിൽട്രേറ്റ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആകും. എന്നിട്ടോ ദ അസെൻഡൽ ലിംബ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. എന്നാൽ അസെൻഡൽ ലിംബ് എന്താ, വെള്ളം കടത്തി വിടുന്നില്ല. ബട്ട് ഹോളോ ട്രാൻസ്പോർട്ട് ഇലക്ട്രോലൈറ്റ്. ബട്ട് ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടുന്നുണ്ട്. എങ്ങനെ കടത്തിവിടും, ഒന്നുകിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ പാസീവായിട്ട്. എങ്ങനെയില്ല, എനർജി കൊടുത്തിട്ടോ എനർജി കൊടുക്കാതെ ആയിട്ടോ എന്ത് ചെയ്യുന്നു, NaCl അസെൻഡൽ ലിംബ് കടത്തിവിടുന്നു. Therefore എന്ന് വെച്ചാൽ ദ കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് പാസ് അപ്വേർഡ്. മേലേക്ക് പോണ സമയത്ത് അടിക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കൂടിയെങ്കിൽ അങ്ങ് മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അതിന്റെ കോൺസെൻട്രേഷൻ ഡൈലൂട്ട് ആകുകയാണ്, കുറയാണ് ചെയ്യുക. എന്താ അതിന് കാരണം, ഇലക്ട്രോലൈറ്റ് ഇതാ മെഡുലറി ഫ്ലൂയിഡ്. ഈ NaCl മെഡുലറി ഫ്ലൂയിഡിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്നും സോഡിയത്തിന്റെ അളവ് കുറഞ്ഞ് ഉപ്പിന്റെ അളവ് കുറഞ്ഞ്, ഉപ്പ് പോയി മേലെത്തുമ്പോൾ ഉപ്പെല്ലാം പോയി, ദാറ്റ്സ് എ നോർമലായി എന്ന് വിചാരിക്കുക. ഇതാണ് ഇവിടെ NCERT പറഞ്ഞിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൗണ്ടർ കറണ്ട് എന്ന സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് പൊളിക്കാൻ പറ്റും, മനസ്സിലാകേണ്ടതെന്നുള്ള. സത്യം പറയാൻ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നൊരു പേടിയുണ്ട്. സെറ്റാണ്, എല്ലാവർക്കും മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അതൊന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണേ. മക്കളെ നോക്കും. അടുത്തതാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ DCT. എന്താണ്, ഇറ്റ്സ് എ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്, DCT പഠിച്ചോ. DCT കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. കണ്ടീഷൻ അനുസരിച്ചാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. നിങ്ങളെ ബോഡിക്ക് വെള്ളം വേണോ എങ്കിൽ നടക്കും. നിങ്ങളെ ബോഡിക്ക് വെള്ളത്തിന് ആവശ്യമില്ലേ എന്നുള്ള റീഅബ്സോർപ്ഷൻ നടക്കൂല. നിങ്ങൾ വിയർത്തുകൊണ്ടിരിക്കുകയാണോ, നിങ്ങളങ്ങനെ വിയർത്ത് ബോഡിയിലുള്ള വാട്ടർ മുഴുവൻ പുറത്തേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണോ, എന്നാൽ നിങ്ങളുടെ ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ട്. ബ്ലഡിന് ഇനിയും വെള്ളം വേണം. ബിക്കോസ് അവിടെ റീഅബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ കണ്ടീഷൻ അനുസരിച്ച് റീഅബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അവിടെ എന്ത് ചെയ്യുന്നു, ആൻഡ് സോഡിയം ആൻഡ് വാട്ടർ ടേക്ക് പ്ലേസ് ഇൻ ദിസ് സെഗ്മെന്റ്. നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ നോക്കി സോഡിയത്തിനെയും വെള്ളത്തിനെയും എന്ത് ചെയ്യുന്നു, റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഈ സെഗ്മെന്റിൽ വെച്ചിട്ടാണ്. DCT ആൾസോ ക്യാപ്പബിൾ. എന്തിനും കൂടി ക്യാപ്പബിൾ ആണ് DCT, കഴിവുള്ളവനാണ്. റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റിനെയും എന്ത് ചെയ്യും, ഈ DCT വലിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെ വലിച്ചെടുക്കും, സെലക്ടീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം അയോൺസ് അല്ലെ. ഇവിടുത്തെ പിക്ചർ ഇങ്ങനെ വരിക കേട്ടോ. നിങ്ങളൊക്കെ
ഇവിടുത്തെ പിക്ചർ മക്കൾ നോക്കേ, ഇവിടുത്തെ പിക്ചർ എങ്ങനെ വരിക? ഇവിടുത്തെ പിക്ചർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇത് DCT, ഇത് ബ്ലഡ്. അപ്പൊ ബ്ലഡ് എന്ത് കൊടുക്കും? എന്താ കൊടുക്കല്? റീ അബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. എങ്ങനെ? ഹൈഡ്രജൻ H+നെ കൊടുക്കും. ആൻഡ് ദെൻ പിന്നെ ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം, പൊട്ടാസ്യം, കാൽസ്യം. കണ്ടോ? അപ്പൊ H+നും കൊടുത്ത് പൊട്ടാസ്യത്തിനും കൊടുത്ത്. അപ്പൊ ബ്ലഡിൽ നിന്ന് DCTയിലേക്ക് H+ഉം K+ഉം കയറും. അപ്പൊ DCTയിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് വരും? DCTയിൽ നിന്ന് എന്തിങ്ങോട്ട് വരും? HCO3 വരും. HCO3 മൈനസ് ബൈകാർബണേറ്റ് ബ്ലഡിലേക്ക് വരും. അങ്ങനെ ഈ ബൈകാർബണേറ്റ് DCTയിൽ നിന്ന് ബ്ലഡിലേക്ക് വന്നാൽ എന്ത് ചെയ്യുന്നറിയോ? ടു മെയിൻറ്റെയിൻ ദ pH അയോണിക് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഓഫ് ദ ബ്ലഡ്. നിങ്ങൾ ബ്ലഡിന്റെ pHഉം സോഡിയം പൊട്ടാസ്യം ബാലൻസും ലെവലാകും. എങ്ങനെയുണ്ട്? സിമ്പിൾ ആയോ? നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയ പല വരികളും ഇപ്പൊ സിമ്പിൾ ആണോ? നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന പലതും നിങ്ങൾക്ക് ഇപ്പൊ തലയിൽ കയറിയോ? അതല്ല, ഇനി അടുത്ത സെക്ഷനിലാണോ നിങ്ങൾ പേടിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയ ഉള്ളത്? എങ്കിൽ നോക്കാം. മിക്കവാറും കൗണ്ടർ കറണ്ടിലായിരിക്കും ഉണ്ടാവുക അല്ലേ? നോക്കാം. ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ ഇവിടെ നമുക്ക്. യെസ്, ഇതാണ് നമ്മുടെ പിക്ചർ അല്ലേ? ഇത് എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റ് നോക്കണം കേട്ടോ. എന്താ ബൈകാർബണേറ്റ് കയറും, ബൈകാർബണേറ്റ് അല്ലേ? ഒന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. ഈ പിക്ചർ നമ്മൾ NCERT ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. ഇവിടെ ഓക്കെ മക്കൾ വേഗം. അപ്പൊ ഇങ്ങോട്ട് നോക്കാം. ഇത് ബ്ലഡിൽ നിന്നാണ് കയറുന്നത് അല്ലേ? ബ്ലഡിൽ നിന്ന് അമോണിയയും H+ഉം എങ്ങോട്ട് കയറാണ്? ഇൻറ്റു ദ PCD അല്ലേ? PCDയിലേക്ക് കയറും. അപ്പോഴാണ് ആര്? ബൈകാർബണേറ്റ് ബ്ലഡിലേക്ക് കയറാം. ഇതും ബ്ലഡ് തന്നെ കേട്ടോ. ഇവിടെയും ബ്ലഡ് ആണ്, ഇതും ബ്ലഡ്, ഇതും ബ്ലഡ്. അപ്പൊ ബ്ലഡിൽ നിന്ന് H+ അമോണിയയും എങ്ങോട്ട് കയറും? PCDയിലേക്ക് കയറും. അപ്പൊ PCDയിൽ നിന്ന് ബൈകാർബണേറ്റ് ബ്ലഡിലേക്ക് കയറും. അപ്പൊ ബ്ലഡിന്റെ അയോണിക് ആൻഡ് pH ആൻഡ് അയോണിക് ബാലൻസ് ലെവലാകും. പിന്നെ NaCl എന്ത് ചെയ്യും? ആക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യും. വാട്ടർ എന്ത് ചെയ്യും? പാസീവായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ബാക്കിയുള്ള തപ്പട കണ്ടോ? K+ ഒക്കെ മേലെ കയറുന്നുണ്ട്. K+ കയറുന്നുണ്ട് എന്നുള്ള NCERT പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇത് പിക്ചറിൽ ഇത് ചതിയാണ്. ചതി ഇത് ചതി കേട്ടോ. കാരണം എന്താ? PCTയിൽ നിന്ന് ബ്ലഡിലേക്ക് K+ കയറുന്നുണ്ട് എന്ന് NCERTയിൽ വായിച്ചപ്പോൾ കിട്ടിയില്ല, പക്ഷെ പിക്ചറിൽ തന്നിട്ടുണ്ട്. നമ്മളെ എഡങ്ങാറൊക്കെ ഇത് പോരെ. അപ്പൊ K+നെ നോട്ട് ചെയ്യണേ. അപ്പൊ K+ PCTയിൽ നിന്ന് എങ്ങോട്ട് കയറുന്നുണ്ട്? ബ്ലഡിലേക്ക് കയറുന്നുണ്ട്. റെഡി അല്ലേ? റെഡി. ഇനി NaCl നോക്കിട്ടോ കേട്ടോ. ഇതും NCERT പറഞ്ഞു തന്നിട്ടില്ല. NCERT പറഞ്ഞില്ല. NCERT പറഞ്ഞാണ് കണ്ടീഷൻ റീ അബ്സോർപ്ഷൻ. യെസ് കണ്ടീഷൻ റീ അബ്സോർപ്ഷൻ. NaClയും വാട്ടറും ബ്ലഡിൽ കയറുന്നുണ്ട്. ബൈകാർബണേറ്റ് കയറുന്നുണ്ട്. പക്ഷെ ബൈകാർബണേറ്റ് ബ്ലഡ് കയറുന്നുണ്ടെങ്കിൽ ബ്ലഡ് എന്തങ്ങോട്ട് കൊടുക്കണം? H+ഉം K+ഉം. അപ്പൊ H+ഉം K+ഉം ബ്ലഡ് DCTക്ക് കൊടുക്കുമ്പോൾ DCTയിൽ നിന്ന് ബൈകാർബണേറ്റ് ബ്ലഡിലേക്ക് തന്നെ കയറും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ബാലൻസ് ചെയ്യൽ pH ആൻഡ് അയോണിക് ബാലൻസ്, ഇവിടെ ലെവൽ ചെയ്യൽ pH ആൻഡ് പൊട്ടാസ്യം ബാലൻസ്. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മൾ പിക്ചറിൽ. ഇനി അടുത്തത് വെള്ളമാണ് ഇവിടുന്ന് പുറത്തോട്ട് പോവുക. അപ്പൊ എന്ത് ചെയ്യും? അടിയിലേക്ക് പോകുമ്പോൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. മേലേക്ക് കയറുമ്പോൾ NaCl ആണ് പുറത്തോട്ട് പോവുക. അപ്പൊ എന്ത് ചെയ്യും? മേലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുന്നുണ്ട്? മേലെ കയറുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഐസോട്ടോണിക് ആണ്, ഇവിടെ ഹൈപ്പർട്ടോണിക് ആണ്. മേലെ കയറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഐസോട്ടോണിക് ആയിട്ട് മാറും. റെഡി അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പിന്നെ ഇത് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയമാണ്. ഇത് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇത് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇതും ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇതും ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. പക്ഷെ ഇതൊന്നും NCERT പറഞ്ഞില്ല. NCERT പറയാത്തത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വെറുതെ നമ്മൾ ഔട്ട് ഓഫ് NCERT പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ NCERT ഉള്ളത് മാത്രം പഠിച്ച് NCERT ഉള്ളത് പഠിച്ചാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ എന്തായാലും ഒരു ഔട്ട് നിന്ന് ക്വസ്റ്റ്യൻസ് ഇടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ സെയിം റാങ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതുണ്ട്. അല്ലെങ്കിൽ എക്സാം കുറച്ച് നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഔട്ട് നിന്ന് ക്വസ്റ്റ്യൻ ഇടുന്ന സെൻറ്ററിലുണ്ട്. നമുക്ക് അവരോട് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ നീറ്റിന് വർഷങ്ങളായിട്ട് 4-5 വർഷമായിട്ട് നീറ്റിന് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് മുഴുവൻ NCERTന്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രീൻ്റെ കേസിൽ മാത്രമാണ് JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ബയോളജിൻ്റെ വിഷയത്തിൽ പക്ക NCERT ആണ്, പ്യൂർ NCERT ആണ്.
കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ആരും ബോധേട എന്താ ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു. നമ്മൾ നേരെ പോകണേ ഇൻറ്റു എങ്ങോട്ടാണ്? എസ് റെഡി. അടുത്തത് യെസ്, അടുത്തത് കഴിയണമില്ലല്ലേ, ടൈം ഒരുപാടായി. നോക്കോ, മുന്നോട്ട് പോകാം. നോക്കോ, അടുത്ത് കളക്ട് ഇൻഡക്റ്റ്. റെഡിയാണ് മക്കളെ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് കളക്ട് ഇൻഡക്റ്റ് കേട്ടോ. കളക്ട് ഇൻഡക്റ്റ് യെസ് റെഡി, കാണുന്നുണ്ട് എന്ന് വിചാരിക്കും. കളക്ട് ഇൻഡക്റ്റ് റെഡി. കളക്ട് ഇൻഡക്റ്റ് നോക്കും എന്താണ് കണ്ടത്? reabsorption and secretion major substance different part of the nephron indicate direction movement of materials. Okay, ഒന്നുമില്ല, മെറ്റീരിയൽസിൽ മൂവ്മെന്റ്സ് അവിടെ കാണിച്ചതാണ്. ഞാൻ പോയിന്റ്സ് ഉണ്ടോ നോക്കിയതാ. കളക്ട് ഇൻഡക്റ്റ് ദിസ് ലോങ് എക്സ്റ്റെൻഡ് ഫ്രം കോർട്ടെക്സ് ഇൻടു ദ കിഡ്നി. കണ്ടോ, ഈ ലോങ് ആയ ഡക്ട് നീണ്ടു കിടക്കുകയാണ്. ഫ്രം എവിടെ നിന്നാ? കോർട്ടെക്സിൽ നിന്നാ. ഓഫ് എങ്ങോട്ടാണ്? ഓഫ് ദ കിഡ്നി, കിഡ്നിയിലേക്കാണ്. ദ ഇന്നർ പാർട്ട് ഓഫ് ദ മെഡുല, മെഡുലന്റെ അല്ലെ കോർട്ടെക്സിൽ നിന്ന് ഇന്നർ പാർട്ട് ഓഫ് മെഡുലിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ആര്? നമ്മളെ കളക്ട് ഇൻഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഗുഡ് ബി അബ്സോർബ്ഡ്. യെസ്, ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് വെച്ചാ കളക്ട് ഇൻഡക്റ്റിൽ വെച്ചാ ദിസ് റീജിയൻ ദ പ്രൊഡ്യൂസ് ചെയ്യുന്നു കോൺസെൻട്രേഷൻ യൂറിൻ. അതുകൊണ്ട് ലാർജ് എമൗണ്ടിൽ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുമ്പോൾ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? നിങ്ങൾ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. കാരണം യൂറിനുള്ള വെള്ളം മുഴുവൻ ആര് വലിച്ചെടുക്കുകയാണ്? കളക്ട് ഇൻഡക്റ്റ് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ കളക്ട് ഇൻഡക്റ്റ് വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ദിസ് സെഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? ആലോ പാസേജ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഇൻ ടു ദ മെല്ലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് കീപ്പ് എന്നി ഓസ്മോളാരിറ്റി. അഥവാ ഡി സി ടിയിൽ നിന്ന് കുറഞ്ഞ അളവിൽ, കണ്ടോ, ഡി സി ടിയിൽ നിന്ന് കുറഞ്ഞ അളവിൽ യൂറിയ എങ്ങോട്ട് കിടക്കുന്നുണ്ട്? ഇവിടെയുള്ള മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് കിടക്കുന്നുണ്ട്. ഈ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡി സി ടിയിൽ നിന്ന് യൂറിയ എങ്ങോട്ട് കിടക്കുന്നത്? ഇൻ ടു ദ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ആ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് എന്ത് കിടക്കുന്നുണ്ട്? കുറഞ്ഞ അളവിൽ എന്ത് കിടക്കുന്നു? ഇൻ ടു ദ അമോണിയ കിടക്കുന്നുണ്ട്, സോറി യൂറിയ കിടക്കുന്നുണ്ട്. ഇനി ബാക്കി കേട്ടോ. This segment passage of amount of urea into the fluid. എന്നിട്ട് പറയുന്നത് ഓസ്മോളാരിറ്റി. ഇത് ആൾസോ ഇത് എന്തുകൊണ്ട് സഹായിക്കുന്നത് അറിയോ? മെയിൻറ്റെയിൻ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പി സി ഡിയും ഡി സി ഡിയും ആൻഡ് സി ഡി കളക്ട് ഇൻഡക്റ്റും എന്തിനു സഹായിക്കുന്നുണ്ട്? അല്ലെ, പി എച്ച് അയോണിക് ബാലൻസിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ ആരാണ്? പി എച്ച് ആണ്, പൊട്ടാസ്യം ബാലൻസ് ആണ്. സെലക്ടീവ് സെക്രീഷൻ ഓഫ് H+ and K+ അയോൺസ്. കണ്ടോ, ഇവിടെ ചെയ്യുന്നത് ആരാണ്? H+ and K+ ആട്ടോ, മറക്കരുതേ. യെസ് റെഡി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് വരിക പിക്ചർ. അപ്പോൾ ഞാൻ ആ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ നോക്കിട്ടോ, ഇത് ബ്ലഡ്. അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും? ഇതിന് എന്ത് കൊടുക്കും? H+ കൊടുക്കും. ദെൻ എന്ത് കൊടുക്കും? K+ കൊടുക്കും. H+ഉം K+ഉം നേരെ ഇങ്ങോട്ട് വരും, ബ്ലഡിലേക്ക് വരും അല്ലേ. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യും? ബ്ലഡ് ഇങ്ങോട്ട് എന്ത് കൊടുക്കും? സോറി ഡി സി ടി തിരിച്ച് എന്ത് ബ്ലഡിന് കൊടുക്കും? HCO3- ബൈകാർബണേറ്റ്. അപ്പോൾ ബ്ലഡിന്റെ പി എച്ച് എന്ത് ചെയ്യും? അയോണിക് ബാലൻസും ലെവലാകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ ഭാഗത്തു നിന്നും ആരുണ്ട്? എച്ച് ഉണ്ട് അല്ലെ. ഇവിടുന്ന് എച്ച് അല്ലെ, H+H+H+ എന്ന് വെച്ചാൽ ഈ പി സി ടിയിൽ നിന്നും ഡി സി ടിയിൽ നിന്നും അതുപോലെ തന്നെ കളക്ട് ഡക്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? H+ അമിതമായിട്ട് വരുന്നുണ്ട്. H+ഉം K+ഉം അമോണിയം, പക്ഷേ H+ എല്ലായിടത്തും വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ യൂറിൽ H+ കൂടുതലാണ്. H+ കൂടുക എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ? ദാറ്റ് ഇൻഡിക്കേറ്റ് അല്ലെ, എല്ലാ സ്ഥലത്തു നിന്നും H+ കൂടുന്നു. H+ കൂടുമ്പോൾ അത് എന്ത് ചെയ്യും? അസിഡിറ്റി കൂടും. അതുകൊണ്ട് തന്നെ പി എച്ച് കുറയും. ബിക്കോസ് യൂറിൻ്റെ അസിഡിറ്റി കൂടാനുള്ള മെയിൻ റീസൺസ് ആരാണ്? H+ന്റെ സെക്രീഷൻസ് ആണ്. അപ്പോൾ ട്യൂബുലാർ സെക്രീഷനിൽ H+ ധാരാളമായി യൂറിനിലേക്ക് വരുന്നുണ്ട്, അഥവാ നമ്മൾ ഗ്ലോബുലാർ ഫിൽട്രേറ്റിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് അതാണ് യൂറിൻ്റെ അസിഡിറ്റി കൂടാനുള്ള ഒരു മെയിൻ റീസൺസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ബിക്കോസ് നമ്മൾ ഈ സെക്ഷൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോകണം. ദ മെക്കാനിസം ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലേ. ഡിഫിക്കൽട്ടാണ് ഈ ഏരിയ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓൾറെഡി മുന്നെടുക്കാം. അപ്പോൾ ഇനി അടുത്തതാണ് മെക്കാനിസം ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ, കോൺസെൻട്രേഷൻ എങ്ങനെ നമുക്ക് കൂട്ടാം? യെസ്, ഫിൽട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന മെക്കാനിസമാണ്. റെഡി, മുന്നെടുക്കാം. ഓക്കെ, നോക്കാം. മാമൽസ് ഹാവ് ദ എബിലിറ്റി. മാമൽസിന് എബിലിറ്റി ഉണ്ട്. മാമൽസിൽ എല്ലാവർക്കുള്ള എബിലിറ്റിയാണ് എന്ത് അറിയോ? പ്രൊഡ്യൂസ് ദ കോൺസെൻട്രേറ്റഡ് യൂറിൻ. അവർക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് എല്ലിസ് ലൂപ്പ് ആൻഡ് വാസാറക്ട. എല്ലിസ് ലൂപ്പും വാസാറക്ടയുമാണ് എന്തിന് സഹായിക്കുന്നത്? ഇങ്ങനെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടി സഹായിക്കുന്നത്. The flow of filtrate
in the two limb of endless loop in opposite direction. അല്ലേ? ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് അല്ലേ? ദ ഫ്ലോ ഓഫ് എൻലെസ് ലൂപ്പിന്റെ ഇപ്പൊ നമുക്ക് എക്സാം പറയുകയാണെങ്കിൽ ഇതാണ് എൻലെസ് ലൂപ്പ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് എൻലെസ് ലൂപ്പാന്ന് വിചാരിക്കുക. അപ്പൊ ഫിൽട്രേറ്റ് നേരെ അടിക്ക് വരും. അപ്പൊ ഫിൽട്രേറ്റ് നേരെ അടിക്ക് വന്ന് ഫിൽട്രേറ്റ് മേലക്കന്നെ പോലെ. അപ്പൊ നോക്കണ്ടോ, ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ ടു ലിംബ്, രണ്ട് ലിംബിലൂടെയുമുള്ള എന്ത് എൻലെസ് ലൂപ്പിലൂടെയുള്ള ഫിൽട്രേറ്റിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്ന് അടിക്ക് വരും, അപ്പൊ തന്നെ അത് മേലേക്ക് പോകും. ദ ഫോം ഓഫ് ഇത് എന്താണ്? കൗണ്ടർ കറന്റ് ആണ് അല്ലെ? കൗണ്ടർ അടിക്കുക, അങ്ങനെ അറിയില്ലേ? കൗണ്ടർ അടിക്കുക, ഞാനൊരു ചളി അങ്ങോട്ട് വിട്ട് അപ്പൊ വേറൊരു ചളി ഇങ്ങോട്ട് വന്ന് അപ്പൊ അല്ലേ കൗണ്ടർ അടിച്ചു എമ്മാരി കൗണ്ടർ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഒരു ചളി അങ്ങോട്ട് അപ്പൊ തന്നെ ഒരു ചളി ഇങ്ങോട്ട്, അത് കൗണ്ടറാണ്. അല്ലെ ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു ടീം എന്ത് ചെയ്യാണ്? ബോൾ കണ്ട് ഒരൊറ്റ അല്ലെ എതിർ ടീമിന്റെ പോസ്റ്റിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി അങ്ങ് ഗോൾ അങ്ങ് അടിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന് ആ ഗോൾ റാഞ്ചി തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടി വന്ന് ഒരൊറ്റ ഗോളടി. അപ്പൊ പറയും ആ റൊണാൾഡോ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ അടിച്ചത്. കൗണ്ടർ അറ്റാക്ക്, അങ്ങോട്ട് പോയ അറ്റാക്ക്, അത് അവിടുന്ന് ബോൾ റാഞ്ചി ഇങ്ങോട്ടേക്ക് ഒരു അറ്റാക്ക് നടത്തുക. സെയിം അതുപോലെ തന്നെയാണ് ഫിൽട്രേറ്റ് അങ്ങ് അടിയിലേക്ക് വന്നു അപ്പൊ തന്നെ ഫിൽട്രേറ്റ് മേലേക്ക് പോയി, ഇസ് എ കൗണ്ടർ കറന്റ്. കാരണം അത് കൗണ്ടർ ആയിട്ട് മാറി. അതനുസരിച്ച് പറഞ്ഞത് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ കൗണ്ടർ കറന്റ് ആണ്. ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ടു ലിംബ് ഓഫ് വാസാരക്ത. ഇനി വാസാരക്തയിലൂടെ ബ്ലഡിന്റെ ഫ്ലോ ഇല്ലേ? നോക്കേ, ഇതാട്ടോ, ഇതാണ് വാസാരക്ത. എങ്ങനെയായിരിക്കും വാസാരക്ത ഉണ്ടാവുക കേട്ടോ? യെസ്, ഇറ്റ് ഈസ് വാസാരക്ത. കാണുന്നുണ്ടോ? അങ്ങോട്ടേക്ക് കാണുന്നുണ്ടോ? പ്രയാസം ഉണ്ടാവും അവിടെ സ്ക്രീനിൽ കിട്ടുന്നുണ്ടോ? അത് ഞാൻ മാറ്റി വരക്കേണ്ടി വരും അല്ലേ? മാറ്റി വരക്കാം. സോ ബിക്കോസ് ദാറ്റ്സ് ഗുഡ് റിസ്ക് ആണ്. ഇവിടെ സ്പേസ് ഉണ്ട്. റെഡി? ഇവിടുന്ന് അങ്ങോട്ടല്ലേ വായിക്കാണേ? യെസ്, റെഡി. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ് ആര്? ഇതാണ് നമ്മളെ എൻലെസ് ലൂപ്പ്. ഇത് അടിക്ക് മേലക്ക്. ഇതാണ് വാസാരക്ത. ഇങ്ങനെയായിരിക്കും വാസാരക്ത ഉണ്ടാവുക. വാസാരക്ത നേരെ ബ്ലഡ് ഇങ്ങനെ അടിക്കാൻ വരിക കേട്ടോ. ഇങ്ങനെയാണ് വാസാരക്ത പോവാ. ഇങ്ങനെ പോകും. ഇതിങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫിൽട്രേറ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് അതൊരു സംശയമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. പക്ഷെ ഇത് കൺഫ്യൂസിങ് ആണ് ഈ പിക്ചർ. ഞാൻ ഇവിടെ എങ്ങനെ വരാന്ന് വരച്ചടാ. ഇവിടെ എങ്ങനെയാണ് അത് വരാം കേട്ടോ. ഷടാ വായിക്കേണ്ടി വരുമല്ലോ. നോക്കട്ടോ. അപ്പൊ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണല്ലോ നമ്മളെ ഫ്രണ്ട് ആർട്ടീരിയോള്, ഡിഫറെന്റ് ആർട്ടീരിയോളാണോ? ഈ ഫ്രണ്ട് ആർട്ടീരിയോൾ ഇങ്ങനെ വന്ന് ഇതെങ്ങനെ പോകുന്നത് കണ്ടോ? ഇതിപ്പോ വാസാരക്റ്റ് ആണ്. അപ്പൊ ഈ ഫ്രണ്ട് ആർട്ടീരിയോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതെന്താ ഈ വാസാരക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഇതൊരു ഫിൽട്രേറ്റ് താഴോട്ടല്ലേ? ഫിൽട്രേറ്റ് ഇതിങ്ങനെ താഴോട്ട് പോയി, ഇവിടെ ഫിൽട്രേറ്റ് മേലേക്ക് പോകും. അപ്പോൾ ഇതൊരു കൗണ്ടർ കറന്റ് ആയി. എന്നാൽ ഇവിടെ കണ്ടോ ബ്ലഡ് ഇങ്ങനെയല്ല വരണേ. ബ്ലഡ് ഇങ്ങനെ വന്നു കണ്ടോ? ബ്ലഡ് ഇതിങ്ങനെ താഴോട്ട് പോകും, അപ്പോൾ തന്നെ ബ്ലഡ് മേലേക്കും വരും. അപ്പോൾ ഇവിടെയും കൗണ്ടർ കറന്റ് ഉണ്ടായില്ലേ? കണ്ടോ? ഫിൽട്രേറ്റിന്റെ ഫ്ലോ താഴേക്ക്, അപ്പോൾ തന്നെ ഫിൽട്രേറ്റ് മേലേക്ക്, ഒരു കൗണ്ടർ കറന്റ്. ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ബ്ലഡ് താഴോട്ട്, പിന്നെ തിരിച്ച് ബ്ലഡ് മേലേക്ക്, അവിടെയും കൗണ്ടർ കറന്റ്. രണ്ട് കൗണ്ടർ കറന്റ് ആയില്ലേ? ഇനി അടുത്തത് ഈ അടുത്തടുത്ത് കേട്ടോ, ഞാൻ വരച്ച കുറച്ച് ദൂരമായിരുന്നുള്ളൂ. ഈ അടുത്തടുത്ത് നിൽക്കുന്ന ഇവര് ഫിൽട്രേറ്റും ബ്ലഡും ഒക്കെ ഇവരും കൗണ്ടർ കറന്റ് അല്ലേ? ഇവിടെ ഫിൽട്രേറ്റ് മേലേക്ക് പോകുമ്പോൾ ഇവിടെ ബ്ലഡ് താഴേക്ക്, ഇവിടെ ഫിൽട്രേറ്റ് അടിക്ക് പോകുമ്പോൾ ഇവിടെ ബ്ലഡ് മേലേക്ക്. അപ്പൊ ഇത് പറഞ്ഞാല് 4 കൗണ്ടർ കറന്റ് ആയില്ലേ? ഒന്ന് ഫിൽട്രേറ്റ് തമ്മിൽ കൗണ്ടർ കറന്റ്, 1 ബ്ലഡ് തമ്മിൽ കൗണ്ടർ കറന്റ്, 2 പിന്നെ ഇവർ തമ്മിൽ കൗണ്ടർ കറന്റ്, 3 ഇവർ തമ്മിലും കൗണ്ടർ കറന്റ്, 4. അപ്പൊ ഹൗ മെനി കൗണ്ടർ കറന്റ് ആയി? 4 കൗണ്ടർ കറന്റ് ആയി. ഇതാണ് NCERT ബുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ 4 കൗണ്ടർ കറന്റ് ഉണ്ട്. ഇതാണ് NCERT പറയുന്നത്. സെറ്റാന്ന് വിചാരിക്കുന്നു. നേരെ ഞാൻ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവാട്ടോ, വായിച്ചിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ഇത് പറഞ്ഞാൽ NCERT ബുക്ക് പറയാണ് ഇവിടെ എന്ത് ഇസ് ആൾസോ, ഇതും എന്ത് തന്നെയാണ്? കൗണ്ടർ കറന്റ് ആണ്. അപ്പൊ ഫിൽട്രേറ്റിന്റെ ഫ്ലോ പോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോയും എന്താണ്? കൗണ്ടർ കറന്റ് ആണ്. ദ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ, അടുത്ത് നിൽക്കുന്ന എൻലെസ് ലൂപ്പും ആൻഡ് വാസാരക്ത ബ്ലഡ് വെസലും ആസ് വെൽ ആസ് അവരും കൗണ്ടർ കറന്റ് അല്ലേ? ഇത് ഈ കൗണ്ടർ കറന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യാന്നറിയോ? ഇൻക്രീസിങ് ഓസ്മോളാരിറ്റി ടുവാർഡ് ദ ഇന്നർ മെഡുലറി ഇന്റർസ്റ്റീഷ്യം. മെഡുലറി ഇന്റർസ്റ്റീഷ്യം ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും കുറയൂല. ആ മെഡുലറി ഇന്റർസ്റ്റീഷ്യം ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ നിലനിർത്താൻ സഹായിക്കും. അത് എന്തിനാണ് അങ്ങനെ നിലനിർത്തുന്നത് എന്നുള്ളതൊക്കെ ഞാൻ
പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. നിങ്ങൾ അത് കേൾക്കണം കേട്ടോ, കേട്ടിട്ട് മനസ്സിലാക്കുക. ഫ്രം എവിടെ നിന്ന് 300 മുതൽ 1200 വരെയുള്ള കോൺസെൻട്രേഷൻ കുറയാതെ 300 സ്ഥലത്ത് 300ഉം 1200 സ്ഥലത്ത് 1200ഉം കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ നിലനിർത്തണം. എവിടെ? ഇന്നർ മെഡുലയിൽ അല്ലേ. അപ്പോൾ ശരി പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുക, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇവിടെ 300 കോൺസെൻട്രേഷൻ, ഇവിടെ 400, ഇവിടെ 600, ഇവിടെ 1000, ഏറ്റവും അടിയിൽ എത്ര 1200 അല്ലേ. ഇത് യഥാർത്ഥത്തിൽ ആര് കോൺസെൻട്രേഷൻ ആണ്? സോറി, ഇതല്ല, ഇങ്ങോട്ട് ഇവിടെ ഇതാ ഈ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് അവിടെ പറഞ്ഞേ, ആണോ? ഈ ഫ്ലൂയിഡ്, ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഇപ്പൊ ഈ അനലിസ് ലൂപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഒരു ഫ്ലൂയിഡിലാണ്. ആ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിന്റെ ഈ കോൺസെൻട്രേഷൻ ഇവിടെ 300, ഇവിടെ 600, ഇവിടെ 900, ഇവിടെ 1200. കണ്ടോ, കോൺസെൻട്രേഷൻ 4 ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഒരിക്കലും കുറയരുത്. കാരണം എന്താ, ഇവിടെയൊക്കെ വെള്ളം വരണില്ലേ, ഈ വെള്ളം നേരെ ഇങ്ങോട്ടാണ് വരുന്നത്, ഈ ഫ്ലൂയിഡിലേക്കാണ് വരുന്നത്. മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിലേക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എത്ര വെള്ളം വന്നാലും ഈ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കുറയരുത്. അപ്പൊ അത് കുറയാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഈ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ നിലനിർത്തണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ, ഈ പിക്ചർ ഭയങ്കര തെറ്റാട്ടോ, ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. ഞാൻ നേരത്തെ വരച്ചിട്ടില്ലേ, ഇത് ഇങ്ങനെ, ഇത് നേരെ ഇങ്ങനെ. പക്ഷെ ഇവിടെ വരക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊടുത്തതാ. ഇതൊക്കെ പഠിക്കും ഭയങ്കര, ഞാനൊക്കെ പ്ലസ് വൺ പഠിക്കുമ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ട് ചെയ്യണം, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ സാധനമൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വരച്ച സാധനം കേട്ടോ, ഇത് ഇങ്ങനെയുള്ള സാധനത്തിനെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ഇങ്ങനെ വരക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് നേരത്തെ വരച്ച പോലെ നിങ്ങൾ സങ്കല്പിക്കണം. റെഡി അല്ലേ? നല്ലത് മനസ്സിലാവുള്ളൂ, അല്ലാതെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ റെഡി? അപ്പോൾ കേട്ടോ, അപ്പോൾ എന്താ ലാസ്റ്റ് പറഞ്ഞേ, യെസ്. അപ്പോൾ ശരി പറഞ്ഞാൽ 1200 ml ഇന്നർ മെഡുലറി. ഈ ഗ്രാഡിയന്റ് മെയിൻലി കോസ്ഡ് ബൈ, ആരാണ് ഈ കോൺസെൻട്രേഷൻ കുറയാതെ നോക്കണമെന്ന് അറിയോ? അത് NaCl ആൻഡ് യൂറിയ. NaCl യൂറിയയും ചേർന്നിട്ടാണ് ഈ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കുറയാതെ നിലനിർത്തുന്നത്. NaCl ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ അസെൻഡിംഗ് ലിംബ് ഓഫ് എൽലിസ് ലൂപ്പ് വിച്ച് ഈസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു വിത്ത് ദ ഡിസെൻഡിംഗ് ലിംബ് ഓഫ് വാസ റെക്ട. എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്കത് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് വയ്ക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയണ്ടേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണ് ഉദ്ദേശം എന്നുള്ളത്. അത് നോക്കിക്കോ, ഇതാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് കേട്ടോ മക്കളെ, മനസ്സിലായില്ല ഒന്നും വിചാരിക്കാതെ പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധ നല്ല കോൺസെൻട്രേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഇതാണ് ആര്, നമ്മളെ എൽലിസ് ലൂപ്പ്. ഇതാണ് ആര്, നമ്മളെ വാസ റെക്ട. ഇങ്ങനെയാണ് പിക്ചർ വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇവിടെ ആര് കിടക്കുന്നുണ്ട്, മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് എന്ന ഫ്ലൂയിഡ് കിടക്കുന്നുണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ 300. എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, സ്ഥലമില്ലാത്ത ആൾക്കാരെ പോലെ. ഞാനത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇത് അറിയുന്നുണ്ടെങ്കിൽ അറിയണോല് എന്ത് ചെയ്തോളൂ, ഇത് സ്കിപ്പ് ചെയ്ത് നേരെ അടിച്ചിട്ട് നേരെ ബാക്കി കണ്ടോളൂ കേട്ടോ. പക്ഷെ ഞാനിത് എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയണ്ടേ നോക്കോ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ കാണാത്തവർ അറിയാത്തവർ ഇനിയിപ്പോൾ ഇടങ്ങാറായി വന്നല്ലേ, നമ്മുടെ ക്ലാസ് കാണുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ മോശം എനിക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉണ്ടാവണ്ടല്ലോ. ഓക്കെ റെഡി? നമ്മുടെ മക്കളല്ലേ, നമ്മളൊക്കെ റാങ്ക് അടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. നമ്മളൊക്കെ ചിലപ്പോൾ അവിടെ പേഷ്യൻ്റായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കും കേട്ടോ, നമ്മൾ സെറ്റാക്കി പഠിക്കുക. എന്താ ഇങ്ങനെയായിരിക്കും സാധനം ഉണ്ടാവുക. എന്താ റെഡി? ഇതാണ് അതിൻ്റെ പിക്ചർ, ഇങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതാണ് നമ്മൾ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ്. ഇവിടെ ഇങ്ങനെ ഫ്ലൂയിഡ് ഉണ്ടാവും, ഇതൊക്കെ ഫ്ലൂയിഡിലാണ് കിടക്കുന്നത്. ആ കോൺസെൻട്രേഷൻ ഇവിടെ 300, ഇവിടെ 600, ഇവിടെ 900, ഇവിടെ 1200. ഇങ്ങനെയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ കിടക്കുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെ ആയിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക ഉണ്ടാവുക. എന്നിട്ട് നിങ്ങളോട് NCERT ഒന്ന് പറഞ്ഞറിയോ? NCERT പറഞ്ഞത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ചെയ്ത് താഴോട്ടൊക്കെ ഇറങ്ങല്ലോ, ഡാർക്ക് കളർ, ഡാർക്ക് എടുക്കുമ്പോൾ ഏതൊക്കെയാണ് ഡാർക്കാ കാണാം, ഡാർക്ക് ഷീസ് ഇത് കാണുന്നുണ്ടോ നമ്മളെ? കറക്റ്റ് അല്ലേ? വിഷ്വൽ അടിപൊളിയാണോ? റെഡി? ഇത് റെഡി ആയിരിക്കും, ഡാർക്ക്. ഓക്കെ റെഡി കേട്ടോ. അപ്പം ഫിൽറ്റർ ചെയ്ത് താഴത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് ഇവിടെ വാട്ടർ പുറത്ത് കിടക്കൂലേ, വാട്ടർ. ഈ വെള്ളം മുഴുവൻ പോണത് എങ്ങോട്ടാ? ഇൻറ്റു ദ ഫ്ലൂയിഡ്. ഈ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിലേക്ക് ഇങ്ങനെ വെള്ളം വരൂലേ. എടാ അങ്ങോട്ട് ആലോചിക്കേ, ഈ വെള്ളം നന്നായിട്ട് ഈ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിൽ വന്നാൽ ഈ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയില്ലേ? കുറയും. ഈ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ഈ വരുന്ന വെള്ളം മുഴുവൻ ഈ എങ്ങോട്ടാണ് വരുന്നത്? ഈ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിലേക്കാണ് വരുന്നത്. അപ്പോൾ മെഡുലറി ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡിലേക്ക് ഈ വെള്ളം വന്നാൽ എന്ത് ചെയ്യും?
ഈ ഫ്ലൂയിഡിൻ്റെ ഈ കിഡ്നിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മേലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും, ഇത് മേലേക്ക് കയറുമ്പോൾ NaCl ഉണ്ടല്ലോ, ഇതാണ് NaCl, അത് പുറത്തേക്ക് ഇടും കേട്ടോ. ഇത് നേരെ മേലേക്ക് കയറുമ്പോൾ ഈ NaCl പുറത്തേക്ക് ഇടും, ഈ NaCl പുറത്തേക്ക് ഇടും. ആര്? ഈ അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ടാ. അപ്പോൾ ഡിസെൻഡിങ് ലിംബ് വാട്ടറിനെ പുറത്ത് കിട്ടും, എന്നാൽ അസെൻഡിങ് ലിംബ് NaCl പുറത്ത് കിട്ടും. എന്നാൽ ഈ പുറത്ത് കിട്ടുന്ന NaCl ഇല്ലേ, അത് യഥാർത്ഥത്തിൽ ആര് വലിച്ചെടുക്കും? നമ്മുടെ ബ്ലഡ് ആണ് കേട്ടോ. ബ്ലഡ് യഥാർത്ഥത്തിൽ ബ്ലഡ് ഇത് സ്വീകരിക്കും. ഇവർ തമ്മിൽ എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അസെൻഡിങ് ലിംബ് കൊടുക്കുന്ന NaCl ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ടാന്റെ ഡിസെൻഡിങ് ലിംബ്, കാരണം ഇവർ താഴേക്ക് പോവാണ്, ഇവർ അടിക്ക് പോകുമ്പോൾ ഇവരെ കോൺസെൻട്രേഷൻ കൂട്ടണം, ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ബ്ലഡിന് എന്ത് വേണം? കുറേ NaCl വേണം. അപ്പോൾ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ ആവശ്യമായ NaCl ആരാണ് കൊടുത്തത്? ദ അസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട. എന്നാൽ ആര് സ്വീകരിച്ചത്? ദ ഡിസെൻഡിങ് ലിംബ് ഓഫ്, മാറിപ്പോയി, NaCl ആരെ കൊടുത്തത്? ദ അസെൻഡിങ് ലിംബ് ഓഫ് എൽവിസ് ലൂപ്പ്. അതാണ് സ്വീകരിച്ചത് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട. സെറ്റ് അല്ലേ? കണ്ടന്റ് കറക്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ ശരിക്കും ഒന്നുകൂടി ബാക്ക് വെച്ച് കാണേ. അപ്പൊ എന്താ പറഞ്ഞേ? ഇത് ഡിസെൻഡിങ് ലിംബ് ഓഫ് എൽവിസ് ലൂപ്പ് വാട്ടർ എങ്ങോട്ട് കൊടുത്ത്? ഈ മെഡുലറി ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിലേക്ക് കൊടുത്ത്. അത് കൊടുത്തതല്ല, ഈ ഫ്ലൂയിഡ് വലിച്ചെടുക്കുകയാണ്. കാരണം ഈ ഫ്ലൂയിഡ് അതിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഉപ്പുവെള്ളത്തിലേക്ക് ഒരു മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പുവെള്ളം ആ മാങ്ങക്കുള്ളിലുള്ള വെള്ളത്തെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് മാങ്ങ ചുളിയുക അല്ലേ? അപ്പോൾ സെയിം കണ്ടന്റ് തന്നെ ഇവിടെ ഒരു മെഡുലറി ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് എന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൽ വെള്ളം കുറവാണ്, കാരണം അതിൽ കോൺസെൻട്രേറ്റഡ് വെള്ളമാണ്, അതിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിനെ വലിച്ചെടുക്കുകയാണ്. വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ കോൺസെൻട്രേഷൻ ആണ് കുറയാൻ പാടില്ല, കോൺസെൻട്രേഷൻ കൂട്ടണം, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് മേലെ കയറുമ്പോൾ NaCl പുറത്തേക്കിട്ട് NaCl ആര് വാങ്ങിച്ച്? ഈ താഴോട്ട് പോകുന്ന ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്ട വാങ്ങിച്ച്. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് നേരെ അടിയിലൂടെ കറങ്ങി ഇതന്നെ ഇതാ മേലേക്ക് വരിക കേട്ടോ. അത് താഴെ കൂടെ കറങ്ങിയിട്ട് എങ്ങോട്ട് വരികയാണ്? അല്ലേ, എങ്ങോട്ട് വരികയാണ്? മേലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഫിൽട്രേറ്റിന്റെ ഇനി ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കുറക്കണം. അപ്പോൾ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ എന്ത് ചെയ്യും? NaCl പുറത്ത് കിടും. കണ്ടോ? NaCl പുറത്ത് കിടും. അങ്ങനെ NaCl പുറത്ത് കിട്ടൂ. അങ്ങനെ NaCl പുറത്ത് കിട്ടും. എന്താ സംഭവിക്കുന്നത്? ഇവിടെ വെള്ളം വന്ന അതേ എമൗണ്ടിൽ തന്നെ NaCl വന്നില്ലേ? വെള്ളം വന്നതുപോലെ തന്നെ NaCl ഇങ്ങോട്ട് തന്നെ വന്നില്ലേ? അപ്പൊ വെള്ളം എത്രത്തോളം വന്നു അത്രത്തോളം NaCl വന്നു. അപ്പൊ കോൺസെൻട്രേഷൻ അവിടെ ഈക്വൽ ആയില്ലേ? ആയി. അപ്പൊ ഇതാണ് NCERT നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മെഡുലറി ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ ആരാണ് നിലനിർത്തുന്നത്? ഒന്ന് NaCl ആണ്. ഇനി രണ്ടാമത്തത്, ഇവിടെ സംഭവം ഉണ്ടാ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മായ്ക്കണ്ട കേട്ടോ. ഇവിടെ ഒന്ന് മായ്ക്കണ്ട, നല്ല പറയാൻ കഴിയുമോ? നീക്കോ ഇവിടെ വായിക്കണ്ട. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നീക്കോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ന്ന വെള്ളത്തെ അല്ലേ, കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ. കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് വെള്ളം എങ്ങോട്ട് വരുന്നു? മെഡുലറി ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിലേക്ക് വരുന്നു. വാട്ടർ വരുന്നു, വെള്ളം വരുന്നു. ഇങ്ങനെ വെള്ളം എന്ത് ചെയ്യാണ്? അല്ലേ, മെഡുലറി ഇന്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡിലേക്ക് വെള്ളം ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും ഈ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പം എന്ത് ചെയ്യും? കുറച്ച് യൂറിയ ഇങ്ങോട്ട് കിടക്കും. എന്തിനാ യൂറിയ കിടന്ന് അറിയോ? ഈ വെള്ളം വരുന്ന സമയത്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ മെഡുലറി ഫുള്ള് കോൺസെൻട്രേഷൻ കുറയാൻ വേണ്ടി കുറച്ച് യൂറിയയും കൂടി ഇട്ട്, പക്ഷേ യൂറിയ ഇവിടെ കെട്ടി കിടക്കില്ല. യൂറിയ എന്ത് ചെയ്യും? ഇവിടെ സർക്കുലേറ്റ് ചെയ്യും. യൂറിയ നേരെ എന്ത് ചെയ്യും? അസെൻഡിൽ അല്ലേ, നേരെ ഇങ്ങോട്ടല്ല ബാക്ക് ഓപ്ഷൻ അല്ലേ, യൂറിയ ഇങ്ങോട്ടല്ല കയറാം. യൂറിയ നേരെ ഇങ്ങോട്ടാണ് കയറാം. എങ്ങോട്ട്? അസെൻഡിങ് ലിംബ് ഓഫ് എൽവിസ് ലൂപ്പ്. എന്നിട്ട് യൂറിയ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ NCERT നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെല്ലെ ഇതിങ്ങനെ കേട്ട് മനസ്സിലാക്കിയാൽ മതി. കുറച്ച് എന്ത് ചെയ്യുക? ടൈം എടുത്ത് ഇതൊന്ന് ഞാൻ ഈ വരച്ചതൊക്കെ നോക്കി എങ്ങനെയാണ് ഈ പറഞ്ഞത് എന്നുള്ള കുറച്ച് ടൈമൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വീഡിയോൻ്റെ ലെങ്ത് കൂടുതലാണ്. ഇനി എന്ത് ചെയ്യും? വീണ്ടും ലെങ്ത് കൂടും. നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക? കാണാം. ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആപ്പിൽ കയറി എൻ്റെ ക്ലാസ് കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നല്ല ടൈം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് മനസ്സിലാവും, നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ചെറിയൊരു ക്യാഷ് എന്തോ ഉണ്ട് കേട്ടോ. അതിന് ഫ്രീ ആയിട്ടൊന്നുമല്ല ഇട്ടിട്ടില്ല, ചെറിയ എന്തോ ക്യാഷ് ഉണ്ട്. നിങ്ങൾ അതെന്ത് ചെയ്യാൻ അടിക്കണം കേട്ടോ. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? കാരണം എന്നാലേ നമുക്ക് വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് സാധനം തരാൻ പറ്റുള്ളൂ. റെഡി? അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ആ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആ ക്ലാസ് കണ്ടാൽ മതി. നിങ്ങൾക്ക് മുതലാവും. അത്രയും കണ്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ്, മുതലാവും. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ബയോളജി ക്ലാസ് നിങ്ങൾക്ക് പോരെങ്കിൽ, ബയോളജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് 30 to 32 ചാപ്റ്റർ ഞാൻ എടുക്കണേ. 32 ചാപ്റ്റർ ഞാൻ എടുക്കണേ. ഇൻ കേസ് നിങ്ങൾക്ക് അത് ചാപ്റ്റർ മനസ്സിലായി നിങ്ങൾക്ക് ഇന്നെ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരും.
ഇറ്റ്സ് മൈ വാല്യൂ. ഇത് ഞാൻ വെറുതെ തള്ളി മറിച്ചതല്ല. റെഡി അല്ലേ? അപ്പോൾ മുന്നോട്ട് പോവാം. ബാക്കി അനുസരിച്ച് നമുക്ക് ബാക്കി നോക്കാം. നോക്കാം. അപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞേ? ഇൻ ദ ഇന്നർ മെഡുല ദി ഗ്രാഡിയന്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ ആരാണ് മെഡുലർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നിർത്തുന്നത്? അത് ആരാണ്? NaCl യൂറിയാണ് അല്ലെ? NaCl യൂറിയും ചേർന്നിട്ടാണ് ഈ മെഡുലർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നിർത്തുന്നത്. NaCl എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യും ഇവിടെ നിന്ന് അസെൻഡിങ് ലിംബ് ഓഫ് എൽനിസ് ലൂപ്പ്. എൽനിസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്നും NaCl ട്രാൻസ്പോർട്ട് ചെയ്യും. വിച്ച് എക്സ്ചേഞ്ച് അത് അല്ലെ? അത് എക്സ്ചേഞ്ച് ചെയ്യുന്നു ആര്? ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസറക്ട. വാസറക്ട അത് വാങ്ങിക്കുകയാണ് ചെയ്യുക അല്ലെ? വാസറക്ട അല്ലെ? ഡിസെൻഡിങ് ലിംബ് വാസറക്ട ആ NaCl വാങ്ങിക്കും. ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് NaCl റിട്ടേൺ ടു ദ ഇൻഡസ്ട്രീഷ്യം അല്ലെ? ഇൻഡസ്ട്രീഷ്യയിലേക്ക് എന്ത് ചെയ്യും? ഈ NaCl മടങ്ങുന്നത് എവിടുന്നത് മടങ്ങുക? അസെൻഡിങ് പോർഷൻ ഓഫ് വാസറക്ട. വാസറക്ടന്റെ അസെൻഡിങ് പോർഷനിൽ നിന്ന് ഈ എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലേക്ക് NaCl മടങ്ങുന്നുണ്ട്. സിമിലർലി അതുപോലെ തന്നെയാണ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, കുറഞ്ഞ എമൗണ്ട് ഓഫ് യൂറിയ ഉണ്ടല്ലോ, ആ യൂറിയ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർ കടക്കുന്നുണ്ട് തിന്ന് സെഗ്മെന്റ് ഓഫ് അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബിന്റെ തിന്ന് സെഗ്മെന്റിലേക്ക് ആര് കിടക്കുന്നുണ്ട്? നമ്മളെ യൂറിയ കിടക്കുന്നുണ്ട്. ലിംബ് ഓഫ് എൽനിസ് ലൂപ്പ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക്. അത് എങ്ങോട്ടന്നെ കിടക്കും? ഇൻ ടു ദ ഇൻഡസ്ട്രീഷ്യം. അപ്പോൾ ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്ന് അസെൻഡിങ് ലിംബ് ഓഫ് എൽനിസ് ലൂപ്പിലേക്ക് യൂറിയ കയറി പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കറങ്ങി വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്? ഇൻഡസ്ട്രീഷ്യയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂറിയന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണ് പറഞ്ഞത് ബൈ ദ കളക്റ്റിംഗ് ട്യൂബ്യൂൾ അല്ലേ? അപ്പോൾ കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ ഇങ്ങനെ കറങ്ങാം. ഞാൻ പറഞ്ഞില്ല റൊട്ടേഷൻസ് കാണിച്ചില്ലേ? യൂറിയ എങ്ങനെ കറങ്ങും ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. അമിതമായ യൂറിയൻ എന്ത് യൂറിയയിലേക്ക് എന്ത് ചെയ്യും? ഒഴിവാക്കും ചെയ്യും. അപ്പോൾ ദിസ് എബോവ് ഡിസ്ക്രൈബ്ഡ് ട്രാൻസ്പോർട്ട് എന്തിനാണ് ഈ സബ്സ്റ്റൻസുകൾ ഇങ്ങനെ എന്ത് ചെയ്ത് ട്രാൻസ്പോർട്ട് എന്നറിയോ? ഫെസിലിറ്റേറ്റഡ് ബൈ ദ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് എൽനിസ് ലൂപ്പ്. ഈ എൽനിസ് ലൂപ്പിന്റെ സ്പെഷ്യൽ അറേഞ്ച്മെന്റും അതിലൂടെയുള്ള ഈ സബ്സ്റ്റൻസുകളെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇല്ലേ? ഏതിന്റെ ട്രാൻസ്പോർട്ടേഷൻ? നമ്മളെ യൂറിയന്റെയും അതുപോലെ തന്നെ NaCl ട്രാൻസ്പോർട്ടേഷൻ ഇല്ലേ? ഏതിലൂടെ അല്ല? എൽനിസ് ലൂപ്പിന്റെ വാസറക്ട ഈസ് കോൾഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് നമ്മൾ ഇതിനെ പറയാ. ദിസ് മെക്കാനിസം ഹെൽപ്പ് ടു എന്തിനാണ് സഹായിക്കുക? മെയിൻറ്റെയിൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രാഡിയന്റ് അല്ലെ? കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ്. ഈ മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ മെഡുലർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇതാണ് എന്തിനു സഹായിക്കുന്നത് അല്ലെ? യെസ് അല്ലെ? ഇതാണ് എന്തിനു സഹായിക്കുന്നത്? മെഡുലർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് സച്ച് ഇന്റർസ്റ്റീഷ്യൽ ഗ്രാഡിയന്റ്. ഇത്രയും നല്ല അടിപൊളിയായിട്ട് കോൺസെൻട്രേഷൻ ആ മെഡുലർ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിന് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്തിനു പറ്റുള്ളൂ എന്നറിയോ? ദ ഈസി പാസേജ് ഓഫ് വാട്ടർ. വെള്ളം വളരെ ഈസി ആയിട്ട് പാസ് ചെയ്യുള്ളൂ. എങ്ങോട്ട്? കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ നിന്ന്. എങ്ങോട്ട്? കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യണം? ഈസിലി പുറത്തേക്ക് കടക്കണം. അങ്ങനെ വെള്ളം ഈസിലി പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ഫിൽട്രേറ്റ് അല്ലേ? യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആകും. നിങ്ങളെ മൂത്രം കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കിഡ്നി ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങളെ കളക്റ്റിംഗ് ഡക്റ്റിലൂടെ പോകുന്ന യൂറിനിൽ നിന്ന് മാക്സിമം വെള്ളം എന്ത് ചെയ്യുക? ഈ ഫിൽട്രേറ്റ് വലിച്ചെടുക്കുക. അങ്ങനെ ഫിൽട്രേറ്റ് വലിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾ യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നിലനിർത്തണ്ടേ? അതിന് കൗണ്ടർ കറന്റ് മെക്കാനിസം വേണ്ടേ എന്നാണ് ഇൻസൈഡ് നിങ്ങളോട് പറഞ്ഞത്. ദ ഹ്യൂമൻ കിഡ്നി ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ ഏകദേശം 4 ടൈം കോൺസെൻട്രേറ്റഡ് ദാൻ ദ ഇനീഷ്യൽ ഫിൽട്രേറ്റ് ഫോംഡ്. എന്താ അവിടെ പറഞ്ഞതെന്നറിയോ? അവിടെ പറഞ്ഞിത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങളെ ബ്ലഡിൽ ഇവിടെ കേട്ടോ, ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങളെ ബ്ലഡിൽ ഇവിടെ ആ പോയിന്റ് ഇതാണ് കേട്ടോ. ഇവിടെ എത്തുന്ന സമയത്തല്ല, ഇതന്നെ ബെസ്റ്റ് നോക്കോ. ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങളെ ബ്ലഡിന്റെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അതിന്റെ 4 മടങ്ങായിരിക്കും നിങ്ങൾ മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ. ബിക്കോസ് ഇവിടെ 300 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 1200 അല്ലേ? 300, 600, 900, 1200 അല്ലേ? അപ്പൊ 4 മടങ്ങ് എന്താണ് കോൺസെൻട്രേഷൻ ഉണ്ടാകും എന്നാണ് NCERT അവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻസ്. റെഡി അല്ലേ? നമ്മൾ കിഡ്നി ഫങ്ഷന്റെ റെഗുലേഷനിലേക്ക് പോവാണ്. ടൈം ആയി അറിയോ? How many times? Time. Oh man, 12 മണി. രാത്രി 12 മണിയായിപ്പോ. ഞാൻ അത് തീർത്തിട്ട് പോകുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്യാം. എക്സ്ക്രീഷൻ തീരുന്നില്ല. റെഡി അല്ലേ? ഞാൻ നമ്മോട് പോട്ടോ. റെഡിയാണേ? റെഡി. ഒന്ന് വേഗത കൂട്ടിയാലോ? കാരണം ഒരുപാട് തീർക്കാനുണ്ട്. നമുക്ക് ഇനി ഒരുപാട് സെക്ഷൻസ് ചെയ്യാനുണ്ട്, കുറേ ചെയ്യാനുണ്ട്, പെൻഡിങ്ങിലാണ് ഒക്കെ. ടൈം കിട്ടുന്നില്ല. കാരണം നമ്മൾ ഓഫ്ലൈൻ പോലല്ലേ, ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭയങ്കര ടൈം എടുക്കുന്ന കാര്യം. മുന്നോട്ട് പോയല്ലോ നമുക്ക് നോക്കാം.
ഓക്കെ റെഡി, റെഡി. അപ്പോൾ അടുത്താണ് നമ്മൾ റെഗുലേഷൻ. റെഡി കേട്ടോ. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഓഫ് കിഡ്നി എഫിഷ്യൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലേ, മോണിറ്റർ ചെയ്യാൻ ആൻഡ് റെഗുലേറ്റ് ചെയ്യാൻ ആരുണ്ട്? ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. ഹോർമോണൽ ഫീഡ്ബാക്ക് ചെയ്യുന്ന, ഹോർമോണനുസരിച്ച് ഫീഡ്ബാക്ക് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അതിൽ ഹൈപ്പോതലാമസും ഉണ്ട്, ജെ ഉണ്ട്, ഒരു പരിധി വരെ ഹാർട്ടും ഉണ്ട്. അപ്പോൾ ഹാർട്ടും ഒരു പരിധി വരെ, ജെ ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. ഇവർ മൂന്നാളും എന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നി ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട്. ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ റിസപ്റ്റർ ആണ്. ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ബൈ ദ ചേഞ്ച് ഇൻ ദ ബ്ലഡ് വോളിയം. നിങ്ങൾ ബ്ലഡിന്റെ വോളിയം അഥവാ ബ്ലഡ് കുറഞ്ഞാൽ, ബോഡി ഫ്ലൂയിഡ് വോളിയം, അല്ലെ, ബോഡി ഫ്ലൂയിഡ് വോളിയം, ബ്ലഡ് വോളിയം കുറഞ്ഞാൽ, ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ, ബോഡി ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞാൽ അഥവാ ബ്ലഡിലുള്ള വാട്ടറിന്റെ ലെവൽ കുറഞ്ഞാൽ, അതല്ലെങ്കിൽ അയോണിക് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ, നിങ്ങൾ ബ്ലഡിലുള്ള സോഡിയം പൊട്ടാസ്യം പോലെയുള്ള അയോൺസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ, ഇല്ലേ, ആരറിയും? ആരറിയും? അത് ഉടനെ ഓസ്മോ റിസപ്റ്റേഴ്സ് അറിയും. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഇപ്പം നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ നമ്മൾ പറഞ്ഞേ നോക്കട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ. എന്താ മക്കളെ പറഞ്ഞേ? ഓസ്മോ റിസപ്റ്റേഴ്സ്, അല്ലേ, നമ്മൾ ബ്ലഡ് വോളിയം കുറയുക, അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് വോളിയം കുറയുക, അതല്ലെങ്കിൽ ഓസ്മോ അതല്ലെങ്കിൽ അയോണിക് ബാലൻസ്, അല്ലേ. ബാക്ക് ഇല്ലല്ലോ. അതല്ലെങ്കിൽ അപ്പോൾ ബോഡി ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു, ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു എന്നല്ലേ, ഫ്ലൂയിഡ് വോളിയം കുറയുക, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് വോളിയം കുറയുക, അല്ലെങ്കിൽ പറഞ്ഞേ ബ്ലഡ് വോളിയം കുറഞ്ഞു എന്നല്ലേ. യെസ്, സോറി ബ്ലഡ് വോളിയം കുറഞ്ഞു, ബോഡി ഫ്ലൂയിഡ് വോളിയം കുറഞ്ഞു. ഒന്നിൽ ബ്ലഡ് കുറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡിലുള്ള വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു, അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള, അല്ലെ, അയോൺസിൽ എന്ത് ചേഞ്ച് വന്നു, അയോണിക് കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഉടൻ ആരറിയും? ഓസ്മോ റിസപ്റ്റേഴ്സ്, അല്ലെ, ഓസ്മോ റിസപ്റ്റേഴ്സ് അറിയും. ഇവരാരോട് പറയും? ഹൈപ്പോതലാമസിനോട് പറയും, അല്ലെ, ഹൈപ്പോതലാമസിനോട് പറയും. ഹൈപ്പോതലാമസ് ആരോട് പറയും? ADHനോട് പറയും. ADH എങ്ങോട്ട് പോകും എന്നറിയോ? DCTയിലേക്ക് പോകും, അല്ലെ. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നോക്കാം. ദ എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ്, അല്ലെ, എന്ത് ചെയ്തു? അമിതമായിട്ട് ലോസ് ആയി ആര്? ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി ക്യാൻ ആക്ടിവേറ്റ്. നമ്മൾ ബോഡി ഫ്ലൂയിഡ് അഥവാ ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ബ്ലഡിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ആര് ആക്ടിവേറ്റ് ആകും? റിസപ്റ്റേഴ്സ് വിച്ച് സ്റ്റിമുലേറ്റ്, അല്ലെ, റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകും. ഏത് റിസപ്റ്റേഴ്സ്? ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകും. അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പോതലാമസിനെ. ആൻഡ് ടു റിലീസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ചെയ്തത്? ടു റിലീസ് എന്തിനെ? ആന്റി ഡയറക്റ്റിക് ഹോർമോൺ ADH ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് സ്റ്റിമുലേറ്റ് ചെയ്യും, അഥവാ വാസോപ്രസിൻ, അല്ലെ. ഫ്രം എവിടെ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യല്? ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ്, അല്ലെ. നമ്മളെ ആന്റീരിയർ അല്ല, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്, അല്ലെ, ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ്. റെഡി അല്ലേ? അല്ല, ആന്റീരിയർ പോസ്റ്റീരിയർ ഏതാ? ന്യൂറോ ഹൈപ്പോഫൈസിസ് പോസ്റ്റീരിയർ ആണോ ആന്റീരിയർ ആണോ? പോസ്റ്റീരിയർ അല്ലേ? യെസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ആന്റീരിയർ, പോസ്റ്റീരിയർ, അല്ലേ. അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. റെഡി, ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ്. ADH ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെ. ADH എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു? ദ വാട്ടർ റീഅബ്സോർപ്ഷൻ, അല്ലെ. ADH എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും? വാട്ടറിന്റെ റീഅബ്സോർപ്ഷനെ ഫ്രം എവിടുന്ന്? ദ ലൈറ്റർ പാർട്ട് ഓഫ് ദ ട്യൂബിൾ എന്ന് വെച്ചാൽ എന്താ? അത് DCT അല്ലേ, DCTയിൽ നിന്നാട്ടോ. ദെർബൈ അങ്ങനെ എന്ത് ചെയ്യും? പ്രിവെന്റിങ് ഡയൂറസിസ്. അങ്ങനെ എന്ത് ചെയ്യും? ഡയൂറസിസ് നമ്മൾ കുറക്കും. അപ്പോൾ വാട്ട് ഈസ് ഡയൂറസിസ് എന്ന് അറിയണ്ടേ? ഡയൂറസിസ് എന്താ? ഡയൂറസിന്റെ കുറക്കണം എന്താ? മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഡയൂറസിസ്. മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഡയൂറസിസ്. അപ്പൊ ഡയൂറസിസ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടി എന്നാണ്. ഡയൂറസിസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രത്തിലേക്ക് വെള്ളം പോകുന്നില്ല, മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നില്ല, പിന്നെ ആ വെള്ളം മുഴുവൻ രക്തത്തിലേക്ക് തന്നെ തിരിച്ചെടുത്തു എന്നാണ്. അപ്പോൾ ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ അവിടെ അറിയില്ലെങ്കിൽ എഴുതി കൊടുക്കണം, മലയാളത്തിൽ എഴുതി വെച്ചോളൂ. മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഡയൂറസിസ്. അപ്പോൾ ഡയൂറസിസ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? ഡയൂറസിസ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നത് കൂടി എന്നാണ്. ഡയൂറസിസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രത്തിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നത് കുറഞ്ഞു, പകരം
മൂത്രത്തിലേക്ക് പോകേണ്ട വെള്ളം ബ്ലഡ് വലിച്ചെടുത്തു. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത്, ഡയൂറിസിസ് കുറഞ്ഞു, അഥവാ മൂത്രത്തിലേക്ക് വെള്ളം പോകുന്നില്ല, വെള്ളം പോകുന്നത് എങ്ങോട്ടാ? ബ്ലഡിലേക്കാണ്. കാരണം എന്താ? ADH എന്ന ഹോർമോൺ കൂടിയിട്ടുണ്ട്. ഇൻക്രീസ് ബോഡി, അങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾ ബ്ലഡിൽ വെള്ളം കൂടിയാൽ ഇൻക്രീസ് ബോഡി ഫ്ലൂയിഡ് വോളിയം, അത് ആരെന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും ഓസ്മോറിസെപ്റ്റേഴ്സ്. ഓസ്മോറിസെപ്റ്റേഴ്സിനെ അത് സ്വിച്ച് ഓഫ് ചെയ്യും ആൻഡ് സപ്രസ് ചെയ്യുന്നു. എന്തിനെ? ADH റിലീസ് ചെയ്യുന്നതിനെ അത് സപ്രസ് ചെയ്യിപ്പിക്കും. ടു കംപ്ലീറ്റ്, എന്തിനാ സപ്രസ് ചെയ്യുന്നത്? ടു കംപ്ലീറ്റ് ഫീഡ്ബാക്ക്, അല്ലെ? കംപ്ലീറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ, അല്ലെ? എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എന്താ സംഭവിക്കുക? നിങ്ങൾ ബ്ലഡ് കേട്ടോ, നിങ്ങൾ ബ്ലഡിൽ വെള്ളം കുറഞ്ഞു, ഓസ്മോറിസെപ്റ്റേഴ്സ് അറിഞ്ഞ സമയത്ത് അത് ഹൈപ്പോതലാമസിനെ പറഞ്ഞു. ഹൈപ്പോതലാമസ് എന്ത് ചെയ്ത്? ADHനെ കൂട്ടി. ADHനെ കൂടുമ്പോൾ ADH എന്ത് ചെയ്യും? നേരെ DCTയിൽ പോയി. DCT പോയിട്ട് എന്ത് ചെയ്യും? ബ്ലഡിൽ മൂത്രത്തിലേക്ക് പോകേണ്ട വെള്ളത്തിന് മുഴുവൻ ബ്ലഡിലേക്ക് വലിച്ചെടുത്ത്. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ബ്ലഡിലെ വെള്ളം, കുറഞ്ഞ വെള്ളം എന്ത് ചെയ്ത്? അത് നോർമലായി. നിങ്ങൾ ബ്ലഡിലെ വെള്ളം കൂടി ആവശ്യത്തിന് അങ്ങ് വെള്ളമായി കഴിഞ്ഞാൽ ഓസ്മോറിസെപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ADHനെ പോയി കണ്ട് ഓഫ് ചെയ്യും. കാരണം എന്താ? വെള്ളം ആവശ്യത്തിനായല്ലോ, ഇനി അതിന് ആവശ്യമില്ലല്ലോ. അപ്പൊ കംപ്ലീറ്റ് ഇല്ല, ഇൻക്രീസ് ബോഡി ഫ്ലൂയിഡ് വോളിയം. നിങ്ങൾ ബ്ലഡിൽ കൂടി കഴിഞ്ഞാൽ ക്യാൻ സ്വിച്ച് ഓഫ്, ഓസ്മോറിസെപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ചെയ്യും ആൻഡ് സപ്രസ് ചെയ്യും, നിർത്തും. ADH റിലീസ് ചെയ്യുന്നത് നിർത്തിക്കളയും. എപ്പോൾ? കംപ്ലീറ്റ് ഫീഡ്ബാക്ക് എടുത്ത് വെള്ളം ആവശ്യത്തിനായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യും. ADH ക്യാൻ ആൾസോ അഫക്റ്റിംഗ് കിഡ്നി ഫംഗ്ഷൻ, അല്ലെ? ADHന് എന്തിന്റെ? കിഡ്നി ഫംഗ്ഷൻ അഫക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്ങനെയാണ്? എന്ത് ചെയ്യുന്നറിയോ? അത് എങ്ങനെ അഫക്ട് ചെയ്യും? ബ്ലഡ് വെസൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ? കോൺസ്ട്രിക്ടറി ബ്ലഡ് വെസൽസിനെ ചുരുക്കി കളയാണ് ചെയ്യുക. അപ്പൊ ADH ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നുണ്ട്. ദിസ് കോസസ്, അങ്ങനെ ബ്ലഡ് വെസൽ ചുരുക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് പ്രഷർ കൂടും, BP കൂടും. എങ്ങോട്ടുള്ള പ്രഷർ കൂടുക? കിഡ്നിന്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് പ്രഷർ കൂടും. അങ്ങനെ എന്ത് ചെയ്യും? GFR കൂടും. GFR കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആൻഡ് ഇൻക്രീസ് ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂടും, അല്ലെ? thereby GFR കൂടും. അപ്പൊ ഗ്ലോമറുലസിന്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും, അങ്ങനെ thereby GFR കൂടും എന്നാണ് NCERT ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെറ്റാണെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. റെഡി അല്ലേ? റെഡി. നെക്സ്റ്റ് അടുത്തത് ഇതാണ്. നമ്മളെ റാസ് ആണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. റാസ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് റാസ് മെക്കാനിസംസ്. റെഡി? റാസ് ആണ്. റാസ് മെക്കാനിസംസ്. റെഡി അല്ലേ? കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. റാസ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ മക്കളെ, എന്തെങ്കിലും ഓക്കെ, എന്താ റാസിൽ പറയാലോ? നീക്കം JGA പ്ലേ ചെയ്യുന്നു കംപ്ലീറ്റ്, അല്ലെ? നീക്കം JGA പ്ലേ ചെയ്യുന്നു കോംപ്ലക്സ് റെഗുലേറ്ററി റോൾ. കോംപ്ലക്സ് ആയ ഒരു വലിയ റെഗുലേറ്ററി റോളാണ് JGA ചെയ്യുക. The form in the glomerular blood flow or glomerular blood pressure, അല്ലെങ്കിൽ GFR. glomerular blood flow, ഗ്ലോമറുലസിനുള്ളിലേക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ GFR കുറഞ്ഞു. JG സെല്ല് ഉടനെ അറിയും. അവർ റിലീസ് ചെയ്യും. എന്തിനെ? റെനിനെ റിലീസ് ചെയ്യും. വിച്ച് കൺവേർട്ട്, അല്ലെ? ഇവർ ഉടനെ തന്നെ റെനിൻ എന്ത് ചെയ്യുന്നു? റെനിൻ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? നമ്മുടെ ഇത് തരാം. GFR കുറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. ഉടനെ ആരറിഞ്ഞേ? JG, അല്ലെ? JG സെല്ലുകൾ അറിഞ്ഞു. അവരെന്തുണ്ടാക്കി? റെനിൻ ഉണ്ടാക്കി. അത് എങ്ങോട്ട് പോയി? റെനിൻ ബ്ലഡിൽ പോയി. എന്നിട്ട് ബ്ലഡിലുള്ള ഒരാളാണ് ആൻജിയോടെൻസിനോജൻ, അല്ലെ? അപ്പൊ അതാ പറഞ്ഞത്, ഇവർ ബ്ലഡിൽ പോയിട്ട് എന്ത് ചെയ്യും? അല്ലെ? റെനിൻ ബ്ലഡിൽ പോയി കൺവേർട്ട് ചെയ്യും. ആരെ? ആൻജിയോടെൻസിനോജൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ബ്ലഡിലുണ്ട്. ആ ബ്ലഡിലുള്ള ഈ ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീനിനെ എന്ത് ചെയ്യും? അത് ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആൻജിയോടെൻസിൻ 1നെ എന്ത് ചെയ്യും? വീണ്ടും കൺവേർട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 2 ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ ആൻജിയോടെൻസിൻ 1 ആക്കി, ആൻജിയോടെൻസിൻ എന്താക്കി? 2 ആക്കി മാറ്റി. ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് പവർഫുൾ ആയ വാസോ കോൺസ്ട്രിക്ടർ ആണ്. അത് ബ്ലഡ് വെസൽസിനെ അങ്ങോട്ട് ചുരുങ്ങും. ബ്ലഡ് വെസൽ ചുരുങ്ങിയാലോ ഇൻക്രീസ് ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ, ഗ്ലോമറുലസിന്റെ ഉള്ളിലേക്കുള്ള ബ്ലഡ് പ്രഷർ കൂടും. thereby അങ്ങനെ പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? GFR കൂടി. ഈ ആൻജിയോടെൻസിൻ 2 ആൾസോ ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനെ? ആൻജിയോടെൻസിൻ 2 എന്തിനു ചെയ്യുന്നുണ്ട്? അഡ്രിനൽ കോർട്ടക്സിലേക്ക് പോയിട്ട് ആൻജിയോടെൻസിൻ 2 നേരെ പോയി എന്താ പറയുക, ബ്ലഡ് വെസൽസിനൊക്കെ ചുരുക്കി. അങ്ങനെ thereby GFR കൂടിയാണ്. പക്ഷേ എന്നാലും മൂപ്പർ റെസ്റ്റ് എടുക്കില്ല. ആൻജിയോടെൻസിൻ 2 പിന്നെ പോകണം അഡ്രിനൽ കോർട്ടക്സിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അഡ്രിനൽ കോർട്ടക്സിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്യും? അഡ്രിനൽ കോർട്ടക്സ് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ, അൽഡോസ്റ്ററോൺ. അവനെ റിലീസ് ചെയ്യിപ്പിക്കും. എടാ അഡ്രിനൽ കോർട്ടക്സ് റിലീസ് ചെയ്യടാ. ആരെ? അൽഡോസ്റ്ററോണെ. ആ അൽഡോസ്റ്ററോൺ റിലീസായി. അൽഡോസ്റ്ററോൺ എന്ത് ചെയ്യുന്നറിയോ? റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം ദ DCT. അൽഡോസ്റ്ററോൺ നേരെ പോകും
കിഡ്നിയുടെ DCTക്ക്. എന്നിട്ട് DCT പോയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിനെയും സോഡിയത്തിനെയും എടുത്തുകൊണ്ട് ബ്ലഡിലേക്ക് ഇടും. അപ്പോൾ ബ്ലഡിൽ ആര് കൂടും, വെള്ളവും കൂടും സോഡിയം കൂടും അല്ലേ, സോഡിയം കൂടും വെള്ളവും കൂടും ഇവിടെ വെച്ചിട്ട് DCT വെച്ചിട്ട്. ദിസ് ആൾസോ ലീഡ് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് GFR. അതെന്താ കാരണം, സോഡിയം കൂടിയാൽ പ്രഷർ കൂടും. നമുക്കറിയില്ലേ പ്രഷറുള്ള ആൾക്കാരുടെ ഉപ്പ് തിന്നരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, ബിക്കോസ് അതിന്റെ കാരണം എന്താ, പ്രഷറുള്ള ആളുകൾ ഉപ്പ് തിന്നാൻ പാടില്ല, കാരണം ഉപ്പ് തിന്നാൽ പ്രഷർ കൂടും. അപ്പോൾ സോഡിയം കൂട്ടി, അല്ലെങ്കിൽ ആൽഡോസ്റ്ററോൺ ബ്ലഡിലേക്ക് സോഡിയവും വെള്ളവും കൂട്ടി, അപ്പോൾ വീണ്ടും BP കൂടുകയാണ് ചെയ്യുക. ദിസ് ആൾസോ ലീഡ് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ അല്ലെ ആൻഡ് GFR കൂടെ കാരണം വന്നു. ദിസ് കോംപ്ലക്സ് മെക്കാനിസം ഇസ് ജനറലി നോൺ ആസ് ഇസ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസംസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം GFR കൂട്ടി, അല്ലെ, അതേപോലെ ഗ്ലോമുലർ ബ്ലഡ് പ്രഷർ കൂട്ടി അല്ലെ. അപ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്ത സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ BP കൂടിയാൽ ഹൃദയത്തിന് നിൽക്കാൻ കഴിയോ, ഹൃദയമാകെ ബേജാറായി. എന്താണ് ഇവിടെ സംഭവിച്ചത്, ഹൃദയത്തിന് മനസ്സിലാകുന്നില്ല. അതിന് ഹൃദയം എന്ത് ചെയ്തു എന്നറിയോ മക്കളെ, ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ കൂടി ടു ദ atria of the heart. എട്രിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടി can cause release natriuretic factor അല്ലെ. ഹൃദയത്തിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ ബോഡിയിലുള്ള മുഴുവൻ ബ്ലഡ് വെസലുകളും ചുരുങ്ങി കിടക്കുകയാണ്. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ആൻജിയോടെൻസിൻ 2 പവർഫുൾ വാസോ കോൺസ്ട്രിക്ടർ. ആൻജിയോടെൻസിൻ 2 നമ്മളെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ബ്ലഡ് വെസൽ എല്ലാം എന്ത് ചെയ്യും, ചുരുങ്ങിയില്ലേ. ഇറ്റ് ഈസ് പവർഫുൾ വാസോ കോൺസ്ട്രിക്ടർ. ബ്ലഡ് വെസൽസിനെ ചുരുക്കി കളയാണ് ചെയ്യുക. ഇങ്ങനെ ബ്ലഡ് വെസൽ ചുരുങ്ങി കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും, BP കൂടാൻ കാരണമാകും. BP കൂടുമ്പോൾ ഹാർട്ടിന് മനസ്സിലായി, ഇത് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് എട്രിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടി കഴിഞ്ഞാൽ ക്യാൻ കോസ് ടു റിലീസ് എട്രിയൽ നാട്രിയൂറിക് ഫാക്ടർ അല്ലെ. എട്രിയം എന്ത് ചെയ്യും, എട്രിയൽ നാട്രിയൂറിക് ഫാക്ടർ എന്ത് ചെയ്യും, ഉണ്ടാകും. The ANF can causes vasodilation. ഈ ANF എന്ത് ചെയ്യും, വാസോഡൈലേഷൻ അഥവാ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, എല്ലാ ചുരുങ്ങിക്കെടുക്കുന്ന ബ്ലഡ് വെസലും റിലാക്സ് ചെയ്യാൻ കാരണമാകും. ആൻഡ് thereby decrease the blood pressure. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയും. The ANF mechanisms therefore the ANF mechanism therefore act to check on the angiotensin mechanism. Angiotensin mechanismത്തിന് എതിരായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, ANF പ്രവർത്തിക്കുന്നത്. അപ്പോൾ ANF യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് ആർക്കെതിരായിട്ടാണ്, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന് എതിരായിട്ടാണ് എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറയുന്നത്. റെഡി അല്ലേ? ഞാനിവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള സെക്ഷൻസ് മൂന്നാമത്തേലേക്ക് മാറ്റാനുണ്ടോ നോക്കട്ടെ കേട്ടോ. മിച്ചുറേഷന്, റോൾ ഓഫ് ഓർഗൻസ്, ഡിസോർഡേഴ്സ്, ഇതും കൂടിയാണ് തീർത്താലോ. ഓക്കെ, ഇതും കൂടി അങ്ങനെ തീർക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേറെ എടുക്കാനാവില്ല, വേറെ ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്യാണ്ടല്ലോ. ഓക്കെ റെഡി, മതിയോ, തീർക്കണം, ക്ഷണിച്ചു, വെരി ടയർഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞില്ലേ, ഞാൻ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ മിച്ചുറേഷനൊക്കെ ഉണ്ടല്ലേ, കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇനി മിച്ചുറേഷൻ. പെട്ടെന്ന് വായിക്കല്ലേ, റെഡി, തീർക്കാം, നോക്കിയിട്ട് കാര്യമില്ല. മിച്ചുറേഷൻസ് യൂറിൻ ഫോർവേഡ് ബൈ നെഫ്രോൺസിലാണ് യൂറിൻ ഫോം ചെയ്യാം. ഉടനെ അത് ഇങ്ങോട്ട് കൊണ്ടുപോകും, യൂറിനറി ബ്ലാഡറിൽ കൊണ്ടുപോകും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യും. ഏതുവരെ, ഒരു വാളണ്ടറി സിഗ്നൽ വരുന്നത് വരെ അല്ലേ. ഒരു സിഗ്നൽ വരുന്നത് വാൾസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സിഗ്നലാണ് വാളണ്ടറി അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കണം ഏത് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ ഒഴിവാക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ അർത്ഥം വെക്കാം അല്ലേ. യൂറിനറി ബ്ലാഡറിൽ എന്ത് ചെയ്യും, യൂറിൻ സ്റ്റോർ ചെയ്യും. ഗിവൺ ആരാണ് ഈ വാളണ്ടറി സിഗ്നൽ കൊടുക്കുക, സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് കൊടുക്കുക. ദ സിഗ്നൽ ഇസ് ഇനീഷ്യേറ്റഡ് ബൈ, എപ്പോഴാണ് ഈ സിഗ്നൽ എന്ത് ചെയ്യാന്നറിയോ, ഇനീഷ്യേറ്റ് ചെയ്യുന്നറിയോ, സ്ട്രെച്ചിങ് ഓഫ് യൂറിനറി ബ്ലാഡർ ആക്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് യൂറിൻ അല്ലേ. നമുക്കറിയാം യൂറിനറി ബ്ലാഡറിൽ എന്ത് ചെയ്യുന്നറിയോ, ഇതാണ് യൂറിനറി ബ്ലാഡർ. ഇതിൽ യൂറിൻ ഇങ്ങനെ നിറയുമ്പോൾ ഈ യൂറിനറി ബ്ലാഡർ ഇങ്ങനെ വലിയാൻ തുടങ്ങും, ഇത് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും, വലിഞ്ഞ് മുറുകാൻ തുടങ്ങും. ആ സമയത്താണ് ആര് അല്ലേ, ബ്ലാഡർ വിത്ത് ദ യൂറിൻ ഇൻ റെസ്പോൺസ് ദ സ്ട്രക്ചർ റിസപ്റ്റേഴ്സ് ഓൺ ദ വാൾ ഓഫ് യൂറിനറി ബ്ലാഡർ അല്ലേ. ഈ യൂറിനറി ബ്ലാഡർ ഇങ്ങനെ വലിഞ്ഞ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്ട്രക്ചർ റിസപ്റ്റേഴ്സ് നേരെ സിഗ്നൽ സെൻഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്. അപ്പം നമുക്ക് തന്നെ മുട്ടുന്നത് മനസ്സിലാവും, മുട്ടുണ്ട്. അപ്പോൾ CNS പാസസ് ദ മോട്ടോർ മെസ്സേജ്. അപ്പോൾ CNS എന്ത് ചെയ്യും, ഒരു മോട്ടോർ മെസ്സേജ് അങ്ങ് പാസ് ചെയ്യിപ്പിക്കും അല്ലേ, അങ്ങോട്ട് പാസ് ചെയ്യിപ്പിക്കും. To initiate the
കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് ദ ബ്ലാഡർ. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കുകയാണ് എന്ത്, മതി വിട്ടോ അല്ലെ. അപ്പൊ യൂറിനറി ബ്ലാഡർ വലിയുന്നു, സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് അറിയുന്നു, സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സിഗ്നൽ കൊടുക്കുന്നു, സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മളോട് പറയുന്നു എടാ നീ ഫ്രീ ആണെന്ന് പോയി മൂത്രമൊഴിച്ചോ. അപ്പോൾ നമ്മൾ നേരെ ടോയ്ലറ്റിൽ പോകുന്നു, നമ്മൾ തയ്യാറെടുക്കുന്നു. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, നേരെ എന്ത് ചെയ്യുന്നു, സിഗ്നൽ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, സ്മൂത്ത് മസിൽ യൂറിനറി ബ്ലാഡറുള്ള സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സ്റ്റിമുലേഷൻ ദ റിലാക്സേഷൻ ഓഫ് ദ യൂറിയസ് സ്ഫിൻക്റ്റർ കോസ് ദ റിലീസ് ഓഫ് ദ യൂറിൻ. അങ്ങനെ എന്ത് ചെയ്യും, യൂറിനറി ബ്ലാഡർ അങ്ങ് ചുരുങ്ങുന്നു. അത് ചുരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ച യൂറിൻ പുറത്തേക്ക് റിലീസ് ചെയ്യണം. ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് മിക്ചുറേഷൻ അല്ലേ. അങ്ങനെ യൂറിൻ എന്ത് ചെയ്യണം, പുറത്തേക്ക് പുറന്തള്ളുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുകയാണ് മിക്ചുറേഷൻ എന്നാണ് പറയുക. The nerval mechanism of the causes is called, ഇതിനാവശ്യമായിട്ടുള്ള nerval mechanism ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് micturition reflex എന്നാണ് പറയുക. The adult human, ഒരു അഡൽട്ട് ഹ്യൂമൻ ഉണ്ടല്ലോ, എക്സ്ക്രീറ്റ് അത് പുറന്തള്ളുന്നുണ്ട്. ആവറേജ് ഓരോ ദിവസവും 1 to 1.5 ലിറ്റർ യൂറിൻ ഓരോ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്. The urine formed light അല്ലെ, യൂറിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ലൈറ്റ് യെല്ലോ കളേർഡ് ആണ്, വാട്ടറി ഫ്ലൂയിഡ് ആണ്, വിച്ച് സ്ലൈറ്റ്ലി അത് അസിഡിക് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂറിൻ അസിഡിക് ആവാനുള്ള കാരണം. എന്താ, H+ കൂടുന്നുണ്ട് അല്ലെ. H+ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നത്, അസിഡിക് ആവും, pH കുറഞ്ഞൊക്കെ പറയുന്നു. അപ്പോൾ pH 6 ആണ് യൂറിൻ കേട്ടോ. pH 6 ആണ്, pH 6 ഇങ്ങനെയുള്ളത്, അല്ലാതെ pH 6 ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ഹാസ് ചെറിയ ഒരു മണക്കുണ്ട്. ഓൺ ആവറേജ് ഏകദേശം 25-30 ഗ്രാം യൂറിയ ഈസ് എക്സിഡ് ബൈ പെർ ഡേ. ഓരോ ദിവസമാട്ടോ, യൂറിനിൽ നിന്നല്ല. കറക്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ദിവസം നമ്മളെ ബോഡിയിൽ നിന്ന് 25-30 ഗ്രാം, അല്ലാതെ ഒരു തവണ യൂറിൻ പാസ് ചെയ്യുമ്പോൾ 25 to 30 ഗ്രാം യൂറിൻ പുറന്തള്ളുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ തരും. നമ്മളെ പറ്റിക്കാൻ, നമ്മളെ മണ്ടന്മാരാക്കാൻ. അപ്പം എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. ഒരു ദിവസമാണ് 25 to 30 ഗ്രാം യൂറിൻ പുറന്തള്ളുന്നുണ്ട്. പറയാൻ ദ വേരിയസ് കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ യൂറിൻ. യൂറിൻസ് പല കണ്ടീഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണ് സമയത്ത് എന്ത് ചെയ്യും, യൂറിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് വരുമ്പോൾ യൂറിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല ഡിസോർഡേഴ്സ് വരുമ്പോൾ യൂറിനൊക്കെ അതൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് അനലൈസ് ഓഫ് ദി യൂറിൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിനിക്കൽ ഡയഗ്നോസിസ് മിനി മെറ്റബോളിക് ഡിസോർഡേഴ്സ്, മാനുഫാക്ചറിങ് ഓഫ് കിഡ്നി ഡിസോർഡേഴ്സും പല മെറ്റബോളിക്സ് ആയിട്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ് ഒക്കെ മനസ്സിലാക്കും. ഒരു ഉദാഹരണം പറയട്ടെ, ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഗ്ലൂക്കോസുരിയ എന്ന് പറയാ, കീറ്റോൺ ബോഡി കീറ്റോനൂറിയ എന്ന് പറയുന്നു. യൂറിൻ ആർ ദ ഇസ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കീറ്റോൺ ഉണ്ടോ, അതിൽ കീറ്റോനൂറിയാണ്. ഗ്ലൂക്കോസ് എന്ന ഗ്ലൈക്കോസൂരിയാണ്. ഇതൊക്കെ എന്താണ്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന പ്രമേയ രോഗത്തിന്റെ സിംറ്റംസ് ആണ് എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറഞ്ഞത്. നേരെ നമ്മൾ പോകുന്നു, റോൾ ഓഫ് ദ അതർ ഓർഗൻ ഇൻ ദ എക്സ്ക്രീഷൻസ്. അപ്പോൾ എക്സ്ക്രീഷന്റെ ബാക്കിയുള്ള സെക്ഷനിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ റെഡി, നയോ അതർ ഓർഗൻ ഓഫ് ദ എക്സ്ക്രീഷൻ നയോ. കിഡ്നി അല്ലാതെ ലെൻസ്, ലിവർ, സ്കിന്ന് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേഷൻ ഓഫ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. പല വേസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്. അല്ലാതെ കിഡ്നി മാത്രമാണെന്ന് ആരും വിചാരിക്കണം കേട്ടോ, പല സാധനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ലെൻസ് എന്താ റിമൂവ് ചെയ്യല്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു ദിവസം 200 ml ആണ് പെർ മിനിറ്റ്, അപ്രോക്സിമേറ്റ്ലി 200 ml ആണ് പെർ മിനിറ്റ്. ഇത് ബ്രീത്തിങ്ങിൽ NCERT ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ബ്രീത്തിങ്ങിൽ പറയുന്ന സാധനം വേറെ ചാപ്റ്റർ കൊണ്ടുപോയാൽ പറഞ്ഞത്. ബ്രീത്തിങ്ങിൽ വേറെ പല കണക്കുകളോ വന്നിട്ടല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഏകദേശം 200 ml കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലെൻസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ആൾസോ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റി അല്ലേ, അതിന് കൂടെ തന്നെ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കെടുക്കണില്ലേ, ഫോണിൽ ഇങ്ങനെ ആക്കൂല, ഇങ്ങനെ കാക്കൂല, എന്നിട്ട് ഇങ്ങനെ തുടക്കൂലേ നമ്മൾ. ആ സമയത്തുകളല്ലേ അല്ലേ, നമ്മളിങ്ങനെ ഒരു വാട്ടർ വേപ്പർ ഇങ്ങനെ വരുന്നില്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പുറന്തള്ളുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മളെ എയറിൻ്റെ കൂടെ പുറത്തേക്ക് കുറഞ്ഞ അളവിൽ എന്ത് വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ കൂടെ തന്നെ വാട്ടർ എമൗണ്ടും വരുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ, ലെസ് ആൾസോ സിഗ്നിഫിക്കൻ്റ് ക്വാണ്ടിറ്റിയിൽ വാട്ടറും ഓരോ ദിവസം വരുന്നുണ്ട്. ലിവർ ഇസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് നമ്മളെ ബോഡിയിലെ അല്ലേ. ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡ് മാത്രമല്ല, ലിവർ റീജനറേറ്റ് ചെയ്യുന്ന ഓർഗനും കൂടിയാണ്. മനുഷ്യന്റെ ബോഡിയിൽ റീജനറേഷൻ കപ്പാസിറ്റിയിൽ വലിയൊരു ഓർഗൻ ആരാണ്, അത് ലിവറാണ് കേട്ടോ. അപ്പോൾ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, റീജനറേറ്റ് ചെയ്യാൻ കഴിയുള്ള ഓർഗനാണ്. സെക്രീഷൻ ബൈലി കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ലൈക്ക് ബിലിറുബിൻ. നമ്മുടെ ബോഡിയിലെ ലിപ്പിഡിനെ അല്ലെങ്കിൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ബൈല്. ഈ ബൈലിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ, ബിലിറുബിൻ ഉണ്ട്, ബിലിവേർദിൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഡീഗ്രേഡഡ് ആയിട്ടുള്ള പല സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, വൈറ്റമിൻസ്, ഡ്രഗ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇത് നേരെ എന്ത് ചെയ്യുന്നറിയോ,
അൾട്ടിമേറ്റ്ലി പാസസ് അലോങ് ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇത് നേരെ ബൈലിൻ്റെ കൂടാണ് പുറന്തള്ളും. ബൈല് നേരെ ഫുഡിലേക്ക് വരും. ഫുഡ് ഇങ്ങനെ ചെറുകുടലിലൂടെ പോയി വൻകുടലിലൂടെ പോയി അവസാനം നമ്മൾ മലാശയത്തിൽ എത്തുമ്പോൾ ആ ബൈല് ജ്യൂസിൽ ഇങ്ങനത്തെ വേസ്റ്റും കൂടി നമ്മൾ ബോഡിക്ക് പുറന്തള്ളുന്നുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മളെ മലം അല്ലേ, ഡൈജസ്റ്റീവ് വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫീസസ് മാറ്റേഴ്സിലൂടെ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് ബൈലിലുള്ള കംപ്ലീറ്റ് വേസ്റ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് പുറന്തള്ളും. The sweat and sebaceous gland in the skin can eliminate certain substance through their secretion. അല്ലെ, sebaceous ഗ്ലാൻഡുകൾ, സ്വെറ്റ്, ഇവരൊക്കെ അല്ലെ സ്കിന്നിലൂടെ പല സാധനം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. അതൊരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. കണ്ടെയ്ൻ NaCl അല്ലെ, സ്വെറ്റിൽ NaCl ഉണ്ട്, ഉപ്പുണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് നമ്മൾ യൂറിയ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ലാക്റ്റിക് ആസിഡ്. ത്രൂ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സ്വെറ്റ്, വിയർപ്പിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൂളിംഗ് എഫക്റ്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡി കൂൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡി സർഫസിനെ കൂൾ ചെയ്യിപ്പിക്കലാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അല്ലാതെ വിയർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, ബോഡിയിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈമറി ഫംഗ്ഷൻ എന്താ, നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ആൾസോ ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് സം ഓഫ് ദ വേസ്റ്റ് മെൻഷൻഡ് എബോ. അപ്പോൾ ഇത് പറഞ്ഞാൽ വിയർക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളെ ബോഡിയിൽ നിന്ന് കൂൾ ചെയ്യിപ്പിക്കുന്നതിന് കൂടെ എന്ത് ചെയ്യണം, കുറച്ച് വേസ്റ്റും കൂടി മേലെ പറഞ്ഞ വേസ്റ്റ് എന്ത് ചെയ്യണം, പുറന്തള്ളുന്നുള്ളൂ. സബാഷ്യസ് ഗ്ലാൻഡിലെ എലിമിനേറ്റ് ചെയ്യുന്നത് എന്താണ്, സർട്ടൈൻ സബ്സ്റ്റൻസ് ലൈക്ക് സ്റ്റിറോയിഡ്, ഹൈഡ്രോ കാർബൺസ്, വാക്സുകൾ ത്രൂ ദ സെബം. ഇവർ സെബത്തിലൂടെ എന്ത് ചെയ്യുന്നു, വാക്സുകൾ, ഹൈഡ്രോ കാർബൺസ്, സ്റ്റിറോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ദിസ് സെക്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് ഓഫ് ദി സ്കിൻ. നമ്മൾ സ്കിന്നിനെ ഓയിലി ആക്കുക എന്നുള്ളതാണ് സെബത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ കേട്ടോ. അപ്പം നമ്മൾ പല സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് മുഖം ഇടയ്ക്കിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പല ഓയിൽ അല്ലെ, ഓയിൽസ് നമ്മുടെ ബോഡിയിലൊക്കെ ഓയിൽസ് ഉണ്ട്. ഈ മുഖം എപ്പോഴും ക്യൂട്ടായിരിക്കണ്ടേ, അപ്പോൾ നമ്മൾ പല സാധനം എടുത്ത് ഇങ്ങനെ കഴുകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി എന്തിനാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മളെ ഭംഗി നഷ്ടപ്പെടുത്തുന്നുള്ളത് വേറെ കാര്യം, പക്ഷേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഡു യു നിങ്ങൾക്ക് അറിയോ എന്ത്, ദ സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് എലിമിനേറ്റഡ് ത്രൂ ദ സലൈവ. നമ്മൾ സലൈവയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ അളവിൽ യൂറിനെ പുറന്തള്ളുന്നുണ്ട്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളാണെന്ന് കരുതി ആരും എന്ത് ചെയ്യണ്ട, അണ്ട് വെറുതെ വായിച്ചിടാൻ നിൽക്കണ്ട. നല്ല അടിപൊളിയായിട്ട് വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, നല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോകണം. റെഡി അല്ലേ? ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് അവർ ചാപ്റ്റർ ഡിസോർഡേഴ്സ് കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കഴിഞ്ഞു. Disorders of the excretory system. എന്താ, the malfunctioning of the kidney can lead to accumulation of urea in blood. അല്ലേ, നമ്മൾ കിഡ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ യൂറിയ ബ്ലഡിൽ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും. അക്യുമുലേഷൻ അടിഞ്ഞുകൂടും യൂറിയ ഇൻ ബ്ലഡ്. അപ്പോൾ ഫംഗ്ഷൻ ചെയ്യാതിരിക്കുമ്പോൾ ദ കണ്ടീഷൻ ഇസ് കോൾഡ് ഇങ്ങനെ യൂറീമിയ. അങ്ങനെ ബ്ലഡിൽ യൂറിയ അടിഞ്ഞുകൂടുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് യൂറീമിയ, വിച്ച് ഈസ് ഹൈലി ഹാംഫുൾ. ഇതെന്ത് ചെയ്യണം, വളരെ ഹാംഫുൾ ആണ്. ലീഡ് ടു കിഡ്നി ഫെയിലിയർ. ഇത് കിഡ്നി ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. ഇൻ സച്ച് പേഷ്യൻ, ഇങ്ങനത്തെ പേഷ്യൻസിന് എന്ത് ചെയ്യും, യൂറിയ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിന്റെ പേരാണെന്ത്, ഹീമോഡയാലിസിസ്. അങ്ങനെ ഹീമോഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്നും ബ്ലഡിൽ നിന്നും യൂറിയൻ എന്ത് ചെയ്യാം, പുറത്തേക്ക് കളയാൻ പറ്റും എന്നാണ് എൻസിആർടി പറയുന്നത്. ഡ്യൂറിംഗ് ദ പ്രോസസ് ഹീമോഡയാലിസിന്റെ പ്രോസസ്സിന്റെ സമയത്ത് ദ ബ്ലഡ് എന്ത് ചെയ്യും, നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ഫ്രം ദ കൺവേർട്ടഡ് ആർട്ടറി. എന്ന് വെച്ചാൽ കൺവീനിയന്റ് ആയ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പമ്പ് ഇൻ ടു ഡയാലിസിസ് യൂണിറ്റ്. ആ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറഞ്ഞ മെഷീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ബ്ലഡിന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. ദ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് നമ്മൾ ആ ഡയാലിസിസ് മെഷീൻ നമ്മൾ പറയുക. ദ ബ്ലഡ് ഡ്രൈൻ ഫ്രം എ കൺവീനിയന്റ് ആർട്ടറിയിൽ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് പമ്പ് ഇൻ ടു ഡയാലിസിസ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ കൊടുക്കുമ്പോൾ ആ ബ്ലഡിൽ എന്ത് ആഡ് ചെയ്യണം, ആന്റി കൊയാഗുലന്റിൽ പെട്ട ഹെപ്പാരിൻ ആഡ് ചെയ്യണം. ഹെപ്പാരിൻ ആരാണ്, ബയോമോളിക്യൂൾസ് നമുക്ക് പഠിക്കാൻ. ഹെപ്പാരിൻ ആരാ, ഹോമോപോളിമറോ ഹെട്രോപോളിമറോ? ഹെപ്പാരിൻ ഈസ് ഹെട്രോപോളിമർ കേട്ടോ. ഇത് ഹെട്രോപോളിമർ ആണ് ഹെപ്പാരിൻ. അപ്പോൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഹെട്രോപോളിമർ നമ്മൾ ആഡ് ചെയ്യണം എപ്പോൾ, കൺവീനിയന്റ് ആയ ആർട്ടറിയിലേക്ക് നമ്മൾ ബ്ലഡിനെ കയറ്റുമ്പോൾ. ഹെപ്പാരിൻ ആന്റി കൊയാഗുലന്റ് ആണ്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. The units contain is called cellophane tube surrounding by the fluid is called dialysis fluid having the same. എന്ന് വെച്ചാൽ ഇത് ഡയാലിസിസ് മെഷീനാന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ട്യൂബുകളുണ്ട്. ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് സെല്ലോഫെയിൻ ട്യൂബ്സ് അല്ലേ. ഈ സെല്ലോഫെയിൻ ട്യൂബ്സിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാം, ഡയാലിസിസ് ഫ്ലൂയിഡ്സ് കാണാം. ഇതാണ് ഡയാലിസിസ് ഫ്ലൂയിഡ്. ഇതാണ് ഡയാലിസിസ് ഫ്ലൂയിഡ് ആണ്. ഈ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണ് അല്ലേ, ഡയാലിസിസ് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണ്, ആ ഫ്ലൂയിഡ് അല്ലേ ഡീറ്റെയിൽ പറയുന്നുണ്ട്. നമ്മൾ ബ്ലഡ് പ്ലാസ്മയിലെ അതേ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫ്ലൂയിഡാണ് ഡയാലിസിസ് ഫ്ലൂയിഡ്. അത് ഇനി വരുന്നുണ്ട്. അപ്പോൾ സറൗണ്ടിങ് ഇതിനെ ചുറ്റിക്കൊണ്ട് നമുക്ക് എന്ത് കാണാം, ഡയാലിസിസ് ഫ്ലൂയിഡ് കാണാൻ പറ്റും. ഹാവിങ് ദ സെയിംസ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
അല്ലേ? കമ്പോസിഷൻ ഓഫ് ദ അല്ലെ പ്ലാസ്മ എക്സെപ്റ്റ് ദ നൈട്രോജനസ് വേസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ബ്ലഡ് പ്ലാസ്മ ഇവിടെ കേട്ടോ, നമ്മളെ ബ്ലഡ് പ്ലാസ്മ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ ബ്ലഡിലെ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതർ ഫാക്ടർ ഉണ്ട്. 90 മുതൽ 91-92% വാട്ടർ, 6-8% അല്ലേ പ്രോട്ടീന്, ബാക്കി 1-2% ആണ് അതർ ഫാക്ടർ. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ടാക്കുക. സെയിം കോമ്പോസിഷൻ, നമ്മൾ ഹ്യൂമൻ ബ്ലഡ് പ്ലാസ്മയിൽ എന്താ ഉള്ളത് അതേ കോമ്പോസിഷനിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത്, നമ്മളെ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാലിസിസ് ഫ്ലൂയിഡ് ആൻഡ് ഹ്യൂമൻ പ്ലാസ്മ? ഹ്യൂമൻ പ്ലാസ്മയിൽ നൈട്രോജനിയസ് വേസ്റ്റ് ഉണ്ടാകുന്നുള്ളതാണ്, എന്നാൽ ഡയാലിസിസ് ഫ്ലൂയിഡിൽ നൈട്രോജനിയസ് വേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് എവിടെയാണോ കൂടുതൽ അത് കുറഞ്ഞ സ്ഥലത്തേക്ക് കടക്കലാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വേസ്റ്റ്, രണ്ടും ഒരേപോലെ സാധനം. ഡയാലിസിസ് ഫ്ലൂയിഡും ഒന്ന് തന്നെ, ഹ്യൂമൻ പ്ലാസ്മയും ഒന്ന് തന്നെ. പക്ഷേ ഹ്യൂമൻ പ്ലാസ്മയിൽ എന്തുണ്ട്? വേസ്റ്റ് ഉണ്ട്. എന്നാൽ ഡയാലിസിസ് ഫ്ലൂയിഡിൽ എന്തില്ല? വേസ്റ്റ് ഇല്ല. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കാൻ കാരണമാവില്ലേ? എവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്ന് അത് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ പോറസ് അല്ലെ, ഏതിൻ്റെ പോറ അല്ലെ, സുഷിരങ്ങളുണ്ട് ആർക്ക്? സെല്ലോഫെയിൻ ട്യൂബ്യൂളിന്, മെംബ്രെയിന് of the tubule, all of passage of molecule based on the concentration gradient. കണ്ടോ, ഡിഫ്യൂഷന്റെ ബേസിൽ എന്ത് ചെയ്യാണ്? ആ സെല്ലോഫെയിൻ ട്യൂബ്യൂളിന്റെ ഉള്ളിലൂടെ പോകുന്ന രക്തത്തിലെ പ്ലാസ്മയിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങോട്ട് കടക്കുകയാണ്? ഈ സെയിം പ്ലാസ്മ കോമ്പോണന്റ് ആയിട്ടുള്ള ഈ ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് കടക്കുകയാണ്. ദ നൈട്രോജൻ വേസ്റ്റ് ആബ്സെന്റ് ആണ് ഇനി അവിടെ ഡയാലിസിസ് ഫ്ലൂയിഡിൽ. ദ സബ്സ്റ്റൻസ് ഫ്രീലി മൂവ് ഔട്ട്, പുറത്തേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, കാരണം കോൺസെൻട്രേഷൻ കിടക്കല്ലോ. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ഡിഫ്യൂഷൻ നടക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യും? ക്ലീനിങ് ഇൻ ദ ബ്ലഡ് എന്ത് ചെയ്യും? ക്ലീൻ ആകും. ദ ക്ലിയർഡ് ബ്ലഡ് എന്ത് ചെയ്യും? പമ്പ് ബാക്ക് ടു ദ ബോഡി ത്രൂ ദ വെയിൻ ആഫ്റ്റർ ആഡിങ് ആന്റിഹെപ്പാരിൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബാക്ക് പമ്പ് ചെയ്യുന്നു. എങ്ങോട്ട്? ഡയാലിസിസ് മെഷീനിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നു. ദിസ് മെത്തേഡ് ഇസ് thousands of uremic patientsന് ഓൾ ഓവർ ദ വേൾഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കിഡ്നി അടുത്ത് പറയാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് അൾട്ടിമേറ്റ് മെത്തേഡ്, അവസാനത്തെ മെത്തേഡാണ് കറക്ഷൻ ഓഫ് ദ റീനൽ ഫെയിലിയർ. കിഡ്നി പരാജയപ്പെട്ടാക്ക്, കിഡ്നി ഫെയിലിയർ സംഭവിച്ചാക്ക് അവസാനത്തെ മെത്തേഡ് എന്താ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്നുള്ളതാണ്. ദ ഫംഗ്ഷൻ കിഡ്നി ഈസ് യൂസ് ചെയ്യുന്നു ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം ദ ഡോണർ. ഒരു ഡോണറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കിഡ്നി സെലക്ട് ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആരാണ്? ക്ലോസ് അടുത്ത കുടുംബത്തിൽ നിന്നാണ്. അവിടെ ബ്ലഡ് ഗ്രൂപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് എന്തിനാണ് നമ്മളിങ്ങനെ അടുത്ത റിലേറ്റീവ്സിലേക്ക് പോകുന്നത്? മിനിമൈസ് ചെയ്യാനാണ്. എന്ത്? ചാൻസ് ഓഫ് റിജക്ഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ആ കിഡ്നി റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ദ മോഡേൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇന്നത്തെ പ്രൊഡ്യൂസ് ഹാവ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സക്സസീവ് സച്ച് കോമഡി ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നത്? സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇന്ന് മോഡേൺ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് റിനൽ കാൽക്കുലി. സ്റ്റോൺ അല്ലെങ്കിൽ ഇൻസോൾബിൾ മാസ് ഓഫ് ദ ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് എന്ത് ചെയ്യുക അല്ലെ, നമ്മൾ കിഡ്നിയിൽ എന്ത് ചെയ്യണം? വെള്ളം കുറവ് കൊണ്ട്, വെള്ളം കുടിക്കാതിൻ്റെ പരമായിട്ട് സോഡിയം പൊട്ടാസ്യംസ് എന്ത് ചെയ്യുക? അടിഞ്ഞുകൂടി അത് എന്ത് ചെയ്യുക? ഓക്സിഡൈസ് നടന്നിട്ട് എന്ത് ചെയ്ത് എന്തായിട്ട് മാറുകയാണ്? കല്ലായിട്ട് മാറുന്ന പ്രോസസ്സ് റിനൽ കാൽക്കുലി, മൂത്രക്കല്ല്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ആൻഡ് എന്ത് ചെയ്യുക? നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിഡ്നി എന്ത് ചെയ്യും? കിഡ്നിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ DCTയിലൂടെ പോകുന്ന നമ്മൾ കളക്റ്റിൻഡാക്കിലൂടെ പോകുന്ന മുഴുവൻ വെള്ളത്തിനെയും മെല്ലറിൻ്റെ ഫ്ലൂയിഡ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. എത്ര വലിച്ചാലും വെള്ളം തീരാൻ പാടില്ല, വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതാണ് NCERT നമ്മളോട് പറഞ്ഞത്. ഇതിന് അടുത്തത് കഴിഞ്ഞോ? അടുത്തതാണ് ഗ്ലോമറുലാനെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമറുലർ കിഡ്നി. എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണേ. ചില ആൾക്കാരുണ്ട് രാവിലെ ഒഴിച്ചാൽ പിന്നെ വൈകുന്നേരം മൂത്രമൊഴിക്കുള്ളൂ. എന്താ സംബന്ധം അറിയോ? പാത്തജൻസ് കയറും. നമ്മൾ മൂത്രമൊഴിക്കുന്ന സാധനങ്ങളൊക്കെ ഓപ്പണിംഗ് അല്ലേ, അതിലൂടെ എന്ത് ചെയ്യും? പാത്തജൻസ് കണ്ട് പോകും. ഒരു ബാക്ടീരിയയും ഒരു ബാക്ടീരിയൻ്റെ വൈഫാണ് കയറി പോകും. അവസാനം അവരെ മേലേക്ക് കയറി നമ്മുടെ സാധനത്തിൽ കൂടെ കയറി പോവാം. അപ്പം നമ്മൾ മൂത്രമൊഴിച്ചാൽ എന്ത് ചെയ്യും? മേലേക്ക് കയറി മൂത്രത്തിനും കൂടെ താഴേക്ക് പോകും. പക്ഷെ ഒരാൾ രാവിലെ മൂത്രമൊഴിച്ച് വൈകുന്നേരമായിട്ട് മൂത്രമൊഴിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പാത്തജൻസ് നേരെ പോയിട്ട് യൂറിനറി ബ്ലാഡറിലെത്തി, അവിടെ നിന്ന് നേരെ കിഡ്നിയിലെത്തി, പിന്നെ അവിടെ പോയി താമസമായി ഉറപ്പിച്ച് അങ്ങനെ ഫാമിലിയായി അങ്ങനെ ബാക്ടീരിയകൾ വലിയൊരു പോപ്പുലേഷനായിട്ട് അവിടെ പെരുകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കിഡ്നി എന്ത് ചെയ്യും? പാത്തജൻസ് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അസുഖത്തിൻ്റെ പേരാണ് ഗ്ലോമറുലാനെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലി ഓഫ് ദ കിഡ്നി. റെഡി അല്ലേ? അപ്പോൾ കിഡ്നിയിൽ പാത്തജൻസ് എത്തുന്ന അവസ്ഥയാണ് അവസാനം പറഞ്ഞത്. വെരി ഡേഞ്ചറസ് ആണ്. നിങ്ങൾ അഡ്മിറ്റ് ആവേണ്ടി വരും. കുറച്ച് എന്താ പറയുക, 2 ആഴ്ചത്തോളം
ഡ്രിപ്പ് ഇട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സാധനം. അപ്പോൾ ഇതോടുകൂടി മക്കളെ നമ്മൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. യെസ്, റെഡി, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻ്റെ ഈ ഒരു വീഡിയോ 2 വീഡിയോ കംപ്ലീറ്റ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര ആൾ കണ്ടെന്നൊന്ന് അറിയാനോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടണേ. സാർ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, താങ്ക് യു എന്തെങ്കിലും ഒന്ന് പറയണേ, ജസ്റ്റ് ഒന്ന്. എന്നിട്ട് എന്നെ പ്രചോദിപ്പിക്കണേ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ. NCERT ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്നെ പറഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഗംഭീരമായിട്ട് വായിച്ചു തരും. റെഡി, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണം, എൻ്റെ കൂടെ കണ്ടൊക്കെ ഉണ്ടാകണം. സി യു അഗൈൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു.